ഓഫീസിൽ നിന്ന് വന്ന ഉടനെയാണ് കണ്ണന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നതിന്റെ നോട്ടിഫിക്കേഷൻ ടോൺ കേട്ടത്. അവൻ അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് നോക്കി. പരിചയമില്ലാത്തൊരു നമ്പറിൽ നിന്നായിരുന്നു മെസ്സേജ് വന്നത്. അവനത് വായിച്ചു. ആരൊക്കെയോ ചേർന്ന് നിങ്ങളെയും ഋതികയും കൊല്ലാനായി പ്ലാൻ ചെയ്യുന്നുണ്ട്. രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളൂ. കണ്ണന് ആ മെസ്സേജ് അയച്ചതാരാണെന്ന് മനസ്സിലായില്ല. അവൻ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. അവന് തൻ്റെ കാര്യമോർത്ത് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഋതികയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് ടെൻഷൻ. അവൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ലെന്ന് അവൻ ഓർത്തു. അവൻ അപ്പോൾ തന്നെ ഓഫീസിലേക്ക് തിരിച്ചു. ഋതിക അപ്പോഴും ജോലിയിൽ മുഴുകിയിരിക്കുകയാണ്. കണ്ണൻ അകത്തേക്ക് വരുന്നത് കണ്ടതും അവളുമാകെ ആശയക്കുഴപ്പത്തിലായി. എന്തുപറ്റി? ഇപ്പോലെ അങ്ങോട്ട് പോയത്? ഋതിക, നീ എപ്പോഴെങ്കിലും ഇടുക്കിക്ക് പോയിട്ടുണ്ടോ? കണ്ണൻ നേരത്തെ പറഞ്ഞ വാക്കുകൾ കൊണ്ടുതന്നെ ആകെ അസ്വസ്ഥയായിരിക്കുകയായിരുന്നു ഋതിക. അതിനിടയ്ക്കാണ് യാതൊരു ബന്ധവുമില്ലാത്ത ചോദ്യങ്ങളുമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തിനിപ്പോ അറിഞ്ഞിട്ട്? പറ ഋതിക, നീ എപ്പോഴെങ്കിലും ഇടുക്കിക്ക് പോയിട്ടുണ്ടോ ഇല്ലയോ? വേറെ ഒന്നിനുമല്ല, താനൊന്ന് റെഡിയായിക്കോ. നമ്മൾ നാളെ ഇടുക്കിക്ക് പോവാ. കണ്ണൻ പറയുന്നത് കേട്ട് ഋതിക വാ പൊളിച്ചു നിന്നു. എന്തുകൊണ്ടാണ് കണ്ണൻ ഇപ്പോൾ ആ യാത്രയുടെ കാര്യം പറഞ്ഞതെന്ന് അവൾക്കും മനസ്സിലായില്ല. അവൾ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടാൻ തുടങ്ങി. ഇല്ല കണ്ണാ. അല്ല, നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്നേ? ഓ, അതൊക്കെ നമുക്ക് തീർക്കാം. താൻ നാളെ റെഡിയായി നിന്നാ മതി. നമ്മൾ നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് ആഘോഷിക്കാനുള്ള ഒരു യാത്ര പോകുന്നു. അത്രമാത്രം ഓർത്താ മതിയെന്നേ. അത്രയും പറഞ്ഞ് ഋതികയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ കണ്ണൻ പുറത്തേക്ക് പോയി. ഋതികയാണെങ്കിൽ കണ്ണൻ വന്ന് പെട്ടെന്ന് ഇതൊക്കെ പറഞ്ഞതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. അവൻ്റെ ഇടുക്കിക്ക് പോകാനുള്ള പ്ലാനൊന്നും അവൾക്ക് ദഹിച്ചിട്ടില്ല. അതേസമയം തന്നെ കണ്ണനുമായി ചേർന്ന് പുതിയ കമ്പനി തുടങ്ങാനുള്ള തീരുമാനം തെറ്റായി പോയോ എന്നും അവൾ ചിന്തിച്ചു തുടങ്ങി. ഋതിക നേരെ വീട്ടിലേക്ക് ചെന്നു. തരകനും അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൾ വർമ്മയോടും തരകനോടുമായി എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു പറഞ്ഞു കൊടുത്തു. പക്ഷെ നമ്മളെന്തിനാ ഇപ്പൊ തിരക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്നത്? ഇവിടെ എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. പോരാത്തതിന് എന്തൊക്കെയോ മീറ്റിങ്ങുകളും. അങ്ങനെ പെട്ടെന്നൊന്നും എല്ലാം ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല. നിനക്കറിയാവുന്നതല്ലേ? ഋതിക പറഞ്ഞ കാര്യങ്ങൾ തരകനെയും വർമ്മയെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. ശേഷം തരകൻ വിനയത്തോടെ തന്നെ തൻ്റെ അഭിപ്രായം അവളെ അറിയിച്ചു. ഋതിക, കണ്ണൻ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടാവും. അത് അവിടെ ചെന്നിട്ട് നിന്നോട് മാത്രമായിട്ട് പറയാമെന്ന് അവൻ ആഗ്രഹമുണ്ടാവും. നീ എന്തായാലും ചെല്ല്. കണ്ണനെ നമുക്കറിയാലോ, പേടിക്കാനൊന്നുമില്ല. വർമ്മയും തരകൻ പറഞ്ഞത് അംഗീകരിച്ചു. ഒരുപക്ഷെ കമ്പനിയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാവാം അവൻ അങ്ങോട്ട് പോകുന്നതെന്നുകൂടി അയാൾ ഊഹിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലച്ചാ. അവനോട് ഇന്ന് മീറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കും വേറെ തിരക്കുണ്ടെന്ന് പറഞ്ഞു മുങ്ങി. മീറ്റിംഗ് മാറ്റിവെക്കാൻ പറഞ്ഞു. ഇതിപ്പോ വന്നിട്ട് ഇടുക്കിക്ക് പോകാന്നൊരു പ്ലാനും. ഒരു സ്ഥിരതയില്ലാത്തതുപോലെ. അവന് പുതിയ കമ്പനിയുടെ കാര്യങ്ങളിൽ ഒന്നും തന്നെ ഒരു ഗൗരവമില്ലാത്ത പോലെ. ഞാൻ അവന്റെ കൂടെ എങ്ങോട്ടും പോകുന്നില്ല. ഇത് കേട്ട് തരകൻ താൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു. നോക്കുമോളെ, കണ്ണൻ ഇതുവരെ ചെയ്തതെല്ലാം നമ്മുടെ കമ്പനിക്ക് വേണ്ടിയാ. അതെല്ലാം നന്നായി വന്നിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇടുക്കിക്ക് പോകണമെന്ന് അവൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താണെന്നറിയാൻ അവൻ്റെ കൂടെ അങ്ങോട്ട് പോവാന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛാ, കമ്പനിയുടെ കാര്യങ്ങൾക്ക് ഇടുക്കി വരെ പോവേണ്ട ആവശ്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നേ. ഇനി അഥവാ കമ്പനിക്കാരി ആണെങ്കിൽ എന്നോട് പറയുന്നതിൽ എന്താ പ്രോബ്ലം? അവൻ ചുമ്മാ അവിടെ കറങ്ങി നടക്കാനായിട്ട് പോവുക. ഇങ്ങനെയാണെങ്കിൽ പുതിയ കമ്പനിയുടെ കാര്യത്തില് എനിക്ക് ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. എവിടെയും ഒരിക്കലും തെറ്റുപറ്റരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കിയൊക്കെ മോളുടെ ഇഷ്ടം. വർമ്മയും തരകനും ഇത്രയുമൊക്കെ പറഞ്ഞിട്ടും ഋതികയ്ക്ക് കണ്ണനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. പക്ഷെ തരകൻ പറഞ്ഞ ഒരു കാര്യം അവൾക്ക് ഇഷ്ടപ്പെട്ടു. സത്യം എന്താണെന്നറിയാൻ വേണ്ടി അവൾ ഇടുക്കിക്ക് അവൻ്റെ കൂടെ പോവാൻ തയ്യാറായി. പോരാത്തതിന് കണ്ണനോടുള്ള വാശിയും അവളുടെ മനസ്സിലുണ്ടായിരുന്നു. കണ്ണൻ തൻ്റെ മുറിയിലിരുന്ന് ഡ്രാഗൺ സ്ട്രൈക്ക് പവർ എന്ന പുസ്തകം വായിക്കുകയായിരുന്നു. ആ ശക്തി അവന് പ്രാവർത്തികമാക്കാൻ ശാന്തമായ ഒരിടം വേണമെന്ന് അതിൽ വ്യക്തമായി എഴുതിയിരുന്നു. ഇടുക്കി പൊതുവെ ശാന്തമായ ഒരു ഏരിയയാണ്. കേരളത്തിൽ അതിനേക്കാൾ ശാന്തമായൊരിടം അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ ആ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തത്. കാരണം രണ്ട് കാര്യങ്ങളും നടക്കുമല്ലോ. പിറ്റേന്ന് രാവിലെ തന്നെ അവൻ ഋതികയുടെ വീട്ടിലെത്തി. ഋതികയും യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഋതികയുടെ കാറിലാണ് അവർ അവിടെ നിന്നും പുറപ്പെട്ടത്. 8 മണിക്കൂറോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ റൂം ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് അവർ എത്തുമ്പോഴേക്കും രാത്രിയായിരുന്നു. യാത്രയിലുടനീളം കണ്ണൻ്റെ നിരീക്ഷണത്തിൽ തന്നെയായിരുന്നു ഋതിക. പക്ഷെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ പേടിപ്പിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഋതികയുടെ സുരക്ഷയെ കരുതി അവൻ 2 പേർക്കും കൂടി ഒരു റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. എന്നാൽ കാര്യങ്ങളൊന്നും അറിയാത്തതിനാൽ ഋതിക ഇതറിഞ്ഞതോടെ കണ്ണനോട് നല്ല കലിപ്പിലായി. കണ്ണൻ എന്ത് പരിപാടിയായി കാണിച്ചേ? നമുക്ക്
നമുക്ക് രണ്ടുപേർക്കും 2 മുറി ബുക്ക് ചെയ്യേണ്ടതിന് പകരം എന്തിനാ ഒരു റൂം മാത്രം ബുക്ക് ചെയ്തേ? എനിക്ക് റൂം ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കണ്ണനൊരു ചിരിയോടെ അവളുടെ അടുത്തേക്ക് ചെന്ന് മറുപടി നൽകി. ഋതിക, ഞാൻ തന്നെ പോലെ ഒരു സമ്പന്നനൊന്നുമല്ല. എന്റെ ബഡ്ജറ്റിന് എനിക്ക് ഒരു റൂം മാത്രമേ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. താനൊന്ന് മനസ്സിലാക്ക്. എന്നാ പിന്നെ നിനക്ക് ഈ കാര്യം എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ 2 റൂം ബുക്ക് ചെയ്യായിരുന്നല്ലോ. നോക്ക് ഋതിക, ഞാനല്ലേ തന്നെ ഈ യാത്രയ്ക്ക് നിർബന്ധിച്ച് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ യാത്രയുടെ സകല ചെലവുകളും എന്റെ ചുമതലയാണ്. അതുകൊണ്ട് താൻ കാശ് ചെലവാക്കേണ്ട കാര്യം ഓർക്കുകയേ വേണ്ട. ഒന്നിനു പിറകെ ഒന്നെന്നതുപോലെ കണ്ണന്റെ പ്രവൃത്തികൾ ഋതികയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എന്തടുപ്പമുണ്ടെന്ന് പറഞ്ഞാലും ഒരു ആൺകുട്ടിയുടെ കൂടെ ഒരു മുറിയിൽ താമസിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും പ്രൈവസി എന്നൊന്നില്ലേ കണ്ണ? ഐ എം സോറി, എനിക്ക് തന്റെ കൂടെ റൂം ഷെയർ ചെയ്യാൻ പറ്റില്ല. അതെന്താ, എന്റെ കൂടെ ഒരു റൂമിൽ താമസിച്ചാൽ തനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് കരുതിയിട്ടാണോ? എനിക്ക് നല്ല കൺട്രോളാണ് കേട്ടോ. അതോടെ ഋതികയുടെ കോപം അധികരിച്ചു. പോടാ, നിനക്ക് ഋതിക വർമ്മ ആരാണെന്ന് അറിയില്ല. എനിക്കല്ല, എന്നെ കാണുന്നവർക്കാ കൺട്രോൾ പോകുന്നത്. മനസ്സിലായോ? അത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ അവന്റെ കയ്യിൽ നിന്നും താക്കോലും തട്ടിയെടുത്ത് തന്റെ ബാഗുമായി ഋതിക മുറിയിലേക്ക് പോയി. ഋതികയുടെ സ്വഭാവത്തിന് അവളെ വെല്ലുവിളിക്കുക എന്നൊരു മാർഗം മാത്രമേ കണ്ണന്റെ മുന്നിലുണ്ടായിരുന്നുള്ളൂ. അത് വിജയിക്കുകയും ചെയ്തു. പക്ഷെ കണ്ണന്റെ ശ്രദ്ധ മറ്റെവിടെയൊക്കെയോ ആയിരുന്നു. അവന്റെ മനസ്സ് അലർട്ടായി നിൽക്കുന്നുണ്ട്. തങ്ങളെ പിന്തുടരുന്ന അപകടം അവസാനിച്ചിട്ടില്ലെന്ന് അവനറിയാമായിരുന്നു. ഋതികയ്ക്കൊപ്പം ഇടുക്കിയിലെത്തിയ കണ്ണൻ അവളുടെ സുരക്ഷ കണക്കിലെടുത്ത് അവളെ നിരീക്ഷിക്കാനായി 2 പേർക്കും ഒരു മുറി തന്നെ ബുക്ക് ചെയ്തു. ചുറ്റും ഒന്ന് നിരീക്ഷിച്ചതിന് ശേഷം കണ്ണൻ ഋതികയ്ക്ക് പിന്നാലെ മുറിയിലേക്ക് പോയി. അവളവിടെ മുഖവും വീർപ്പിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഋതിക, എടോ, താൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫ്രഷ് ആയിക്കോ. എന്നിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. ആദ്യം നമ്മൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം നീ എന്നോട് പറ, എന്നിട്ട് ബാക്കിയൊക്കെ നോക്കാം. എല്ലാം ഞാൻ പറയാം ഋതിക. ആദ്യം നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി കുറെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒന്നാമത്തെ റൂമിന്റെ കാര്യത്തിൽ ആകെ നിരാശയായി നിൽക്കുകയായിരുന്നു ഋതിക. അപ്പോഴാണ് താൻ ചോദിച്ച കാര്യം കണക്കിലെടുക്കാതെ അവൻ യാത്രയെക്കുറിച്ച് സംസാരിക്കുന്നത്. പിന്നെ പറയാനുണ്ടോ? ഋതിക കോപം കൊണ്ട് വിറച്ചു. വേണ്ട, നീ ഒന്നും പറയണ്ട. പക്ഷെ നിന്റെ മനസ്സിൽ എന്താണെന്ന് പറയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് അനങ്ങില്ല. ഒന്നും ചെയ്യാനും പോകുന്നില്ല. ഋതിക പിടിവാശി കാണിക്കാൻ തുടങ്ങിയതും കണ്ണൻ ആകെ വെട്ടിലായി. പിന്നെ ഒന്ന് ആലോചിച്ചതിന് ശേഷം അവളോട് സംസാരിച്ചു തുടങ്ങി. നമ്മളിവിടെ ഒരു ലൊക്കേഷൻ നോക്കാൻ വന്നതാണ് ഋതിക, നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട്. നമ്മളൊന്നും കരുതുന്നത് പോലെ നമ്മുടെ ഈ കേരളം ഒന്നിനു പിറകിലല്ല. ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. ഇവിടെ നിന്നും അല്പം മാറി ഒരു സ്ഥലത്ത് ഒരുപാട് കുഴിച്ചാൽ വളരെ റെയർ ആയിട്ടുള്ള ഡയമണ്ട്സിന്റെ കളക്ഷൻ കിട്ടുമെന്നറിഞ്ഞു. ഈ പറഞ്ഞതിൽ കാര്യമുണ്ടെങ്കിൽ ആ സ്ഥലം എന്ത് വില കൊടുത്ത് നമ്മൾ വാങ്ങും, എന്നിട്ട് കുഴിച്ചു തുടങ്ങുകയും ചെയ്യും. ഋതികയുടെ മനസ്സിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ണൻ കൊടുത്തു കഴിഞ്ഞു. അവൾക്ക് പകുതി ആശ്വാസമായി. പിന്നെ നീ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? നിനക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. പക്ഷെ എന്തു ചെയ്യാനാ, തന്റെ ഈ പിടിവാശി കാരണം എല്ലാം പൊളിഞ്ഞു. എല്ലാം കണ്ണനിൽ നിന്ന് അറിഞ്ഞതോടെ ഋതിക ശാന്തയായി. പക്ഷെ കണ്ണൻ തനിക്ക് വേണ്ടി കാത്തുവച്ച സർപ്രൈസ് താനായിട്ട് നശിപ്പിച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ വിഷമവും തോന്നിപ്പോയി. അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച ശേഷം അവൾ മാറാനുള്ള വസ്ത്രങ്ങളുമായി ഫ്രഷ് ആവാൻ ബാത്റൂമിലേക്ക് കയറി. ഋതിക പോയി കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തതിനാൽ കണ്ണൻ TV ഓൺ ചെയ്ത് പാട്ട് വെച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ഋതിക കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ കണ്ണൻ ഒന്ന് തറഞ്ഞു നിന്നു. അവളൊരു കറുത്ത വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത്. അവളുടെ മുഖത്തെ ആ തിളക്കം കണ്ട് അവൻ വാ പൊളിച്ചിരുന്നു പോയി. അവന്റെ ഇരിപ്പ് കണ്ട് ഋതിക ചിരിച്ചു. എന്തുപറ്റി? നീ എന്താ ഇങ്ങനെ നോക്കുന്നേ? നനഞ്ഞ മുടി ഒതുക്കിക്കൊണ്ട് ഋതിക അവനോട് ചോദിച്ചു. എന്നാൽ കണ്ണന് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കിയിരുന്നു പോയി. അല്പസമയത്തിനുള്ളിൽ അവൻ എഴുന്നേറ്റ് ഋതികയുടെ അടുത്തേക്കെത്തി. നീ ഭയങ്കര സുന്ദരിയായിരിക്കുന്നു ഋതിക. ഋതിക തന്റെ മുടിയിഴകൾ ഒന്ന് ഇളക്കി വിട്ടപ്പോൾ അവളുടെ മുടിയിലുണ്ടായിരുന്ന വെള്ളത്തുള്ളികൾ കണ്ണന്റെ മുഖത്തേക്ക് വീണു. അവൾ കുസൃതിയോടെ ചിരിച്ചു. കണ്ടില്ലേ, ഇപ്പൊ ആർക്കാ കൺട്രോൾ പോയത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എനിക്കല്ല, എന്നെ കണ്ടിട്ട് മറ്റുള്ളവർക്കാണ് കൺട്രോൾ പോവാന്ന്. സത്യത്തിൽ കണ്ണൻ തന്റെ ബോധം പോയ അവസ്ഥയിലായിരുന്നു. അവന്റെ നോട്ടം കണ്ടപ്പോൾ ഋതിക പെട്ടെന്ന് അസ്വസ്ഥയായി. അവൾ പരിഭ്രമത്തോടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു. ശരി, മതിയാക്ക്. പെട്ടെന്ന് റെഡിയായിട്ട് വന്നേ, ഡിന്നറിന് പോകണ്ടേ? പക്ഷേ ഋതിക പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് കണ്ണൻ അവളുടെ അരയിൽ കൈവച്ച് അവളെ തന്നോടടുപ്പിച്ച ശേഷം അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. ഋതികയുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒരു നിമിഷത്തെ പകപ്പിന് ശേഷം അവളും അവന്റെ ആ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. എപ്പോഴൊക്കെ മനസ്സിൽ തോന്നിപ്പോയ ഇഷ്ടത്തിൽ അവളും എല്ലാം മറന്നുപോയിരുന്നു.
പെട്ടെന്നാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് ഋതികയുടെ ഫോൺ റിങ് ചെയ്തത്. ഋതിക ഞെട്ടലോടെ കണ്ണനെ തള്ളിമാറ്റി. കണ്ണനും താൻ ചെയ്തത് എന്താണെന്നോർത്ത് ആകെ വല്ലാതായിരുന്നു. ഋതിക ആകെ കിതച്ചു പോയിരുന്നു. അപ്പോഴേക്കും ഫോൺ റിങ് ചെയ്യുന്നത് നിന്നു. രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ പോലും വയ്യാത്തതുപോലെ ചമ്മലായി. അപ്പോഴേക്കും അവളെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഫോൺ റിങ് ചെയ്തു. സ്ക്രീനിൽ ഹർഷന്റെ പേര് എഴുതി കാണിച്ചപ്പോൾ കണ്ണന് എന്തോ വല്ലാത്ത കുറ്റബോധം തോന്നിപ്പോയി. ഏതോ ഒരു നിമിഷത്തെ തോന്നലിലാണ് അങ്ങനൊരു നിമിഷം അവർക്കിടയിലുണ്ടായത്. ഋതിക ഫോണും കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. രണ്ടാമത്തെ കോളും കട്ടായതിനു ശേഷം ഹർഷൻ വീണ്ടും വിളിക്കുന്നത് കണ്ടു. ഇനി താൻ നിൽക്കുന്നത് അവൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടെന്ന് കരുതി അവൻ വിഷമത്തോടെ ബാൽക്കണിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് ഹർഷനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അത്ര രസത്തിലല്ല അവൾ ഫോൺ വെച്ചത്. ഹർഷനും അവളും തമ്മിൽ അത്ര അടുപ്പമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ യാത്രകളൊന്നും ഋതിക ഹർഷനുമായി ചർച്ച ചെയ്യാറില്ല. അവളുടെ കണ്ണിൽ ഹർഷന് സംശയരോഗമാണ്. കോൾ അവസാനിപ്പിച്ചതിന് ശേഷം അവൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ബാൽക്കണിയിൽ നിൽക്കുന്ന കണ്ണന്റെ അടുത്തേക്ക് ചെന്നു. ഒരാള് മാത്രം മാപ്പ് ചോദിക്കുന്നതില് എന്ത് ലോജിക്കാ ഉള്ളത്? എന്തോ നിന്നെ തടയാൻ എനിക്കും കഴിഞ്ഞില്ല. ഋതിക വിദൂരതയിലേക്ക് കണ്ണും നട്ട് അവൾ അവനോട് സംസാരിച്ചു തുടങ്ങി. അവൾ എന്തോ ഓർത്തു. വേറെയും പെൺകുട്ടികളുണ്ടെന്ന്. അന്ന് ഹൃദയം തകർന്നാ ഞാൻ മടങ്ങിയത്. ആ ഒരു ട്രോമ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഹർഷനോട് പോലും നേരെ ചൊവ്വെ ഒന്നടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ അവന്റെ ഓരോ സംശയങ്ങളും, എല്ലാ സ്ട്രെസ്സും കൂടെ ആകെ വട്ടുപിടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞാൻ കണ്ട എല്ലാ ആണുങ്ങളെയും പോലെ ആയിരുന്നില്ല നീ. എവിടെയൊക്കെയോ നിന്നിലൊരു നന്മയുണ്ട്. ഋതിക തന്റെ ഭൂതകാലം തനിക്ക് മുന്നിൽ കെട്ടയച്ചതും അവളുടെ നിറഞ്ഞ കണ്ണുകളും കൂടി കണ്ടതോടെ അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ കണ്ണന് തോന്നി. പക്ഷെ അവൻ സ്വയം നിയന്ത്രിച്ചു. എല്ലാം ശരിയാവും ഋതിക, എനിക്ക് കുറച്ച് സമയം തരൂ. ഋതിക തന്റെ മനസ്സിലെ സങ്കടം അടക്കി പിടിച്ച് കണ്ണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കണ്ണനും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നീട് ഒന്നും മിണ്ടാതെ രണ്ടുപേരും കിടക്കാനായിപ്പോയി. പിറ്റേന്ന് രാവിലെ അവർ സ്ഥലങ്ങൾ ചുറ്റിക്കാണാനായി ഇറങ്ങി. കേരളത്തിലെ ഹിൽ സ്റ്റേഷനൊക്കെ ഋതിക ആദ്യമായിട്ടാണ് കാണുന്നത്. ജോലി തിരക്കുകൾക്കിടയിൽ ഇതുപോലെയുള്ള യാത്രകൾ നടക്കാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ യാത്ര അവൾ ഒരുപാട് ആസ്വദിച്ചു. ഒരു കുന്നിൻ മുകളിൽ നിന്ന് മുന്നിലുള്ള മനോഹരമായ കാഴ്ചകൾ കാണുകയാണ് അവർ. ഈ സ്ഥലം എന്ത് ഭംഗിയാ കണ്ണ. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന്. കണ്ണൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഋതിക ആവേശത്തോടെ മലയുടെ മറ്റൊരു കോണിലേക്ക് ഓടാൻ തുടങ്ങി. കണ്ണൻ അവളുടെ ആ സന്തോഷം മനസ്സ് നിറയെ കണ്ടു. പെട്ടെന്നാണ് അവനെ ഞെട്ടിച്ചുകൊണ്ട് ഒരു ഗൺഷോട്ടിന്റെ ശബ്ദം മുഴങ്ങിയത്. ഒരു നിമിഷത്തെ ഞെട്ടൽ മാറി കണ്ണൻ നോക്കുമ്പോൾ ഋതിക നിലത്ത് വീഴുന്നത് കണ്ടു. അവളുടെ ദേഹത്ത് വെടിയേറ്റു എന്നവന് മനസ്സിലായതും കണ്ണൻ ഉറക്കെ നിലവിളിച്ചു, ഋതിക! അവന്റെ കണ്ണുകൾ ആ ഷോട്ട് വന്ന ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു കറുത്ത കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതിനകത്ത് തോക്കുമായി ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ കാർ അവിടെ നിന്നും കുതിച്ചു പാഞ്ഞു. കണ്ണൻ പെട്ടെന്ന് തന്നെ ഓടിച്ചെന്ന് ഋതികയെ തൻ്റെ കൈകളിൽ കോരിയെടുത്ത് കാറിലേക്ക് കിടത്തി. ശേഷം അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അവനാകെ പരിഭ്രമിച്ചിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ചോരയിൽ കുതിർന്ന നിലയിലുള്ള ഋതികയും കോരിയെടുത്ത് ഓടിച്ചെന്ന കണ്ണനെ കണ്ടതും ഡോക്ടർമാരും ആളുകളും ഓടിയെത്തി. ഡോക്ടർ, അവളെ ആരോ വെടിവെച്ചു. പ്ലീസ് അവളെ ഒന്ന് നോക്കണം ഡോക്ടർ. പ്ലീസ് ഡോക്ടർ, അവളെ രക്ഷിക്കണം. കണ്ണൻ അവിടെ കിടന്ന് ബഹളം വെച്ച് കരഞ്ഞു. ഡോക്ടർ പ്രാഥമിക പരിശോധന നടത്തിയതും നഴ്സിന്റെ നേരെ തിരിഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയുടെ ദേഹത്ത് നിന്ന് ബുള്ളറ്റ് ഓപ്പറേറ്റ് ചെയ്ത് നീക്കണം. ഹറിയപ്പ്, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിക്കോളൂ. ഡോക്ടറുടെ നിർദ്ദേശം കിട്ടിയതും നഴ്സും അറ്റൻഡറും എല്ലാം ചേർന്ന് ഋതികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. പിന്നാലെ ചെന്ന കണ്ണന്റെ മുന്നിൽ ആ മുറിയുടെ വാതിലടഞ്ഞു. കണ്ണൻ തളർച്ചയോടെ
പുറത്തെ കസേരയിലേക്കിരുന്നു. ഈ സമയം ഋതികയെ ഷൂട്ട് ചെയ്ത മാർട്ടിൻ രാംദാസ് മേനോനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. മാർട്ടിൻ്റെ സ്വരത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. മേനോൻ സാറേ, എൻ്റെ ജോലി തീർന്നിട്ടുണ്ട്. നിങ്ങളുടെ ശത്രുവിനെ ഞാനങ്ങ് തീർത്ത് കളഞ്ഞു. അത് നന്നായി. നിനക്ക് തരാമെന്ന് ഞാനേറ്റ എമൗണ്ട് ഉടനെ തന്നെ അക്കൗണ്ടിലേക്ക് എത്തും. പക്ഷേ അവളുടെ മരണം ഉറപ്പാക്കി ശവം പുറത്തേക്ക് എടുക്കുന്നത് വരെ നീ അവിടെ ഉണ്ടാവണം. സമയാസമയം എനിക്ക് അപ്ഡേഷൻ തരണം. മാർട്ടിൻ അത് സമ്മതിച്ച് കോൾ കട്ട് ചെയ്തു. രാംദാസ് മേനോൻ സന്തോഷത്തോടെ തൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയദർശനെ നോക്കി. പ്രിയദർശൻ മേനോനെ പുകഴ്ത്തുന്ന തിരക്കിലായിരുന്നു. മേനോൻ ചെയ്തു വെച്ച കാര്യം വലിയൊരു സംഭവമായി പറയുകയാണ് അയാൾ. ഈ രാംദാസ് മേനോൻ എന്ത് ജോലി ചെയ്യാൻ പോകുമ്പോഴും എല്ലാം ആലോചിച്ച് മാത്രമേ ചെയ്യൂ പ്രിയ. ഋതിക ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മുടെ പദ്ധതിയൊന്നും ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ ജോലിയും ഏറെക്കുറെ തീർന്നിട്ടുണ്ട് സാർ. സാർ ആഗ്രഹിച്ചതുപോലെ ഇനി വർമ്മ ഗ്രൂപ്പിനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. ഈ സമയം ഹോസ്പിറ്റലിൽ സങ്കടം താങ്ങാനാവാതെ ഇരിക്കുകയായിരുന്നു കണ്ണൻ. അകത്ത് ഋതികയുടെ ഓപ്പറേഷൻ നടക്കുകയാണ്. ഋതികയുടെ എല്ലിലാണ് ബുള്ളറ്റ് തറച്ചതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അത് നീക്കം ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെയാണ് കണ്ണനെ അറിയിച്ചത്. ഋതികയുടെ ജീവൻ രക്ഷിക്കാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊരു അപകടം സംഭവിച്ചതിൽ കണ്ണൻ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. ഒരു വേള അവൻ കാരണമാണ് അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് കൂടി അവൻ ചിന്തിച്ചു. ആ സമയത്താണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. അയാളെ കണ്ടപ്പോൾ തന്നെ കണ്ണൻ എഴുന്നേറ്റ് ഓടുകയായിരുന്നു. അവന് ഋതികയുടെ അവസ്ഥ എന്താണെന്നറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. നോക്കൂ മിസ്റ്റർ, ബുള്ളറ്റ് ഞങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കുട്ടിക്ക് ബോധം വരാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ആളൊന്ന് വിശ്രമിക്കട്ടെ. ബോധം വന്ന ഉടനെ തന്നെ ഞങ്ങൾ അറിയിക്കാം കേട്ടോ. ഡോക്ടർ കണ്ണൻ്റെ തോളിലൊന്ന് തട്ടി നടന്നു നീങ്ങി. കണ്ണൻ ഉടനെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിലിൽ പിടിപ്പിച്ച ഗ്ലാസ്സിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ ഒരു ബെഡിൽ അവളെ കിടത്തിയിരിക്കുന്നത് കണ്ടു. അവളെ അങ്ങനൊരു അവസ്ഥയിൽ കാണാൻ അവന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി നിന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അല്പം മാറി പാർക്ക് ചെയ്തിരിക്കുന്ന കാറിലേക്ക് കണ്ണൻ്റെ നോട്ടം പോയത്. അവനൊന്ന് ഞെട്ടി. അത് ഋതികയെ വെടിവെച്ചവൻ ഇരുന്നിരുന്ന കാറായിരുന്നു. അതെ, ഈ കാറ് തന്നെ. ഞാൻ നിന്നെ വെറുതെ വിടലടാ. ഈ സമയം തന്നെ മാർട്ടിനും കണ്ണനെ കണ്ടിരുന്നു. കണ്ണൻ തങ്ങളെ കണ്ടെന്ന് മനസ്സിലായതും മാർട്ടിൻ അലറി, ഹേയ്, അവൻ നമ്മളെ കണ്ടു, വേഗം കാറെടുക്കടാ. മാർട്ടിൻ്റെ കണ്ണുകൾ കണ്ണൻ്റെ കണ്ണുകളുമായി കോർത്തു. ദേഷ്യം കൊണ്ട് ചുവന്ന കണ്ണൻ്റെ കണ്ണുകൾ മാർട്ടിന് വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ കണ്ണൻ അവർക്ക് നേരെ നീങ്ങുന്നതിന് മുമ്പ് തന്നെ മാർട്ടിൻ്റെ സുഹൃത്ത് കാറിൻ്റെ ഗിയറിട്ട് വേഗത്തിൽ ആ കാർ മുന്നോട്ടെടുത്തു. ഇത് കണ്ട കണ്ണൻ ആ കാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എടാ വിഡ്ഢി, വേഗം കാറ് തിരിക്കേ. അവൻ്റെ കയ്യിലെങ്ങാനും പെട്ടാ ആ മേനോൻ സാറ് പിന്നെ എന്നെയും നിന്നെയും ബാക്കി വെച്ചേക്കില്ല. ഡ്രൈവർ ആകെ പരിഭ്രമിച്ചു പോയി. അബദ്ധവശാൽ പോലും ആരെയെങ്കിലും അവിടെ വെച്ച് ഇടിക്കാനിടയായ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കുമെന്ന് അയാളും ഭയന്നു. അയാൾ കാർ മുന്നോട്ടെടുത്തെങ്കിലും കണ്ണൻ പിറകെ തന്നെ ചെന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ കണ്ണൻ ആ കാറിൻ്റെ അടുത്തെത്തി. ഇനി ഒന്നും നോക്കണ്ട, അവനെ അങ്ങോട്ട് ഇടിച്ച് തെറിപ്പിച്ചേക്ക്. ഡ്രൈവർ മാർട്ടിൻ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. എന്നാൽ അവൻ തങ്ങളെ കണ്ടു എന്നതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുന്നത് അപകടമാണ്. അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കാം. പെട്ടെന്ന് ആ ഡ്രൈവർ കാർ അവിടെ നിർത്തി. ശേഷം കണ്ണൻ്റെ നേർക്ക് സ്പീഡിൽ ഓടിച്ചു. കണ്ണൻ പേടിച്ച് പുറകിലേക്ക് മാറാൻ ശ്രമിച്ചെങ്കിലും കാർ അപ്പോഴേക്കും അടുത്തെത്തി അവനെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. കണ്ണൻ ഇടിയുടെ ആഘാതത്തിൽ മുകളിലേക്കുയർന്ന് റോഡിലേക്ക് വീണു. അങ്ങനെ ആ ജോലിയും തീർന്നു. ഇനി വേഗം സ്ഥലം കാലിയാക്കാം. ഇനി നമ്മൾ സേഫാ. നാളെ വന്നിട്ട് ആ പെണ്ണിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിയണം. ഇതിനിടെ കാറിടിച്ച് നിലത്തേക്ക് വീണ കണ്ണന് തൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചെന്ന് തോന്നിപ്പോയി. എന്നാൽ അടുത്ത നിമിഷം അവനാകെ അന്തം വിട്ടുപോയി. കാരണം അവൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല. അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ തൻ്റെ വസ്ത്രങ്ങൾ മാത്രം കീറിയിരിക്കുന്നതായി കണ്ടു. കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. അടുത്ത നിമിഷം അവൻ ചാടി എഴുന്നേറ്റ് ആ കാറിൻ്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ഇന്ന് അവന്മാരെ വെറുതെ വിടില്ലെന്ന് അവൻ മനസ്സിലുറപ്പിച്ചിരുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കിയ മാർട്ടിൻ കാറിന് പിന്നാലെ ഓടി വരുന്ന കണ്ണനെ കണ്ട് ഞെട്ടിപ്പോയി. അയാൾക്ക് അവൻ എങ്ങനെയാണ് അത്രയും വലിയൊരു ഇടിയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നത് അതിശയം തോന്നി. എന്നാൽ അങ്ങനെ അവനെ വെറുതെ വിടാൻ മാർട്ടിനും ഒരുക്കമായിരുന്നില്ല. അയാൾ തൻ്റെ തോക്കെടുത്തുകൊണ്ട് കണ്ണനെ ലക്ഷ്യമാക്കി വെടിയുതിർക്കാൻ തുടങ്ങി. എന്നാൽ അതിലൊരെണ്ണം പോലും കണ്ണൻ്റെ ദേഹത്ത് കൊണ്ടില്ലെന്ന് മാത്രമല്ല, എല്ലാ ബുള്ളറ്റും അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. എല്ലാം കണ്ടുനിന്ന മാർട്ടിൻ്റെ തൊണ്ട വരണ്ടു. മാർട്ടിൻ ഭയന്നുവെന്ന് മനസ്സിലാക്കിയ കണ്ണൻ തൻ്റെ വേഗം കൂട്ടി.
അവൻ്റെ ഉള്ളിലെ ശക്തികൾ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. കാറിൻ്റെ അടുത്തെത്തിയതും കണ്ണൻ അതിൻ്റെ ഡോർ പിടിച്ച് പറിച്ചെടുത്ത് മുകളിലേക്കെറിഞ്ഞു. ഒപ്പം തന്നെ ഓടുന്ന കാറിൽ നിന്ന് മാർട്ടിനെ വലിച്ച് പുറത്തെടുക്കുകയും ചെയ്തു. മാർട്ടിൻ ഒരലർച്ചയോടെ റോഡിലേക്ക് നെഞ്ചും തല്ലി വീണു. നിലത്ത് വീണ മാർട്ടിനെ കണ്ണൻ തൂക്കിയെടുത്തു. മാർട്ടിൻ്റെ കൂട്ടാളികൾ കാർ നിർത്തി ദൂരെ മാറി നിന്ന് അവനെ നോക്കുന്നുണ്ട്. അവിടെ ചെന്ന് കണ്ണൻ്റെ കയ്യിൽ നിന്ന് മാർട്ടിനെ രക്ഷിക്കാനുള്ള ധൈര്യം ഒരുത്തനുമില്ലായിരുന്നു. എടാ, അങ്ങേരെന്തെങ്കിലും വാവിട്ട് പറഞ്ഞാൽ ആ മുതലാളി നമ്മളെ ഒന്നും ബാക്കി വെക്കില്ല. നമ്മളിനി എന്തു ചെയ്യും? എന്നാൽ കൂടെയുണ്ടായിരുന്ന ഒരുവന് മാർട്ടിൻ്റെ മേലെ നല്ല വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ ആ വിശ്വാസം കണ്ടപ്പോൾ അടുത്ത ആൾക്ക് പുച്ഛമാണ് തോന്നിയത്. കില്ലാടി എന്ന് ഇപ്പോൾ പറഞ്ഞവനാണ് ഒറ്റയടിക്ക് പിടികൊടുത്ത് റോഡിൽ കിടന്ന് തല്ലു വാങ്ങി കൂട്ടുന്നത്. മാർട്ടിനാണെങ്കിൽ തല്ലു വാങ്ങുന്നതിനിടയിൽ ദേഷ്യവും നിസ്സഹായതയും കലർന്ന ഭാവത്തോടെ കൂട്ടുകാരെ നോക്കുന്നുണ്ട്. ആ സമയത്താണ് കണ്ണൻ്റെ ഒരടി അവൻ്റെ തലയിൽ വീഴുന്നത്. എവിടെയാടാ നോക്കുന്നേ? ആരും നിന്നെ രക്ഷിക്കാൻ വരില്ല. വന്ന അവന്മാർക്കും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. എടാ ചെറുക്ക, നീ ഇപ്പോൾ ചെയ്യുന്നതിനൊക്കെ നിനക്ക് കിട്ടും. എൻ്റെ മുതലാളി അങ്ങനെയൊന്നും കൈവിടില്ല. മാർട്ടിൻ പറയുന്നത് കേട്ട കണ്ണൻ പരിഹാസത്തോടെ ചിരിച്ചു. ആദ്യം നിന്റെ മുതലാളി ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നിന്നെ വിട്ടയക്കാൻ പറയുന്നുണ്ടോയെന്ന് നോക്കാം. ഇപ്പം മോൻ അതൊക്കെ വിട്ട് നല്ല കുട്ടിയായിട്ട് മുതലാളിയുടെ പേരെന്ന് പറഞ്ഞേ. അവൻ ആരാ? എന്തിനാ എന്നെ ഋതികയും കൊല്ലാൻ നോക്കുന്നേ? അവൻ എങ്ങനെ ഞങ്ങളെ അന്വേഷിച്ച് ഇവിടെ എത്തി? എല്ലാം പറടാ. പക്ഷെ മാർട്ടിൻ ഒരിക്കലും തൻ്റെ മാസ്റ്ററിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ്റെ ആ ഭാവം കണ്ട കണ്ണൻ പുഞ്ചിരിച്ചു. നോക്കുബായ്, എനിക്ക് നിങ്ങളുടെ ജീവനെടുക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ നിന്നെ എങ്ങനെ എൻ്റെ വഴിക്ക് എത്തിക്കണമെന്ന് എനിക്കറിയാം. മാർട്ടിൻ കണ്ണനെ ഒന്ന് കലിപ്പിച്ച് നോക്കി. കണ്ണൻ തൻ്റെ കൈയെടുത്ത് മാർട്ടിൻ്റെ ചുമലിൽ വെച്ച് അയാളുടെ ശരീരം മുഴുവൻ തൻ്റെ ശക്തി കൊണ്ട് സ്കാൻ ചെയ്തു തുടങ്ങി. മാർട്ടിൻ അവൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ അന്തം വിട്ടിരിപ്പാണ്. കണ്ണൻ മാർട്ടിനെ പറ്റിയുള്ള മുഴുവൻ കാര്യങ്ങളും അറിഞ്ഞു തുടങ്ങി. ഇവനൊരു പ്രൊഫഷണൽ ഗുണ്ടയാണ്. ദേഹം മുഴുവൻ മുറിവിൻ്റെ പാടുകളുണ്ട്. ഇവൻ്റെ കാൽമുട്ടിലെന്താ? കണ്ണൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. കണ്ണൻ്റെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ഓർത്തിരിക്കുന്ന മാർട്ടിൻ അവൻ്റെ കൈ തൻ്റെ കാൽമുട്ടിൽ അമർന്നതും ഞെട്ടലോടെ മുഖമുയർത്തി. അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചതും കണ്ണൻ തൻ്റെ സകല ശക്തിയുമെടുത്ത് അവൻ്റെ കാൽമുട്ടിൽ അമർത്തി. അസ്ഥി പൊട്ടുന്ന ശബ്ദത്തിൻ്റെ കൂടെ തന്നെ മാർട്ടിൻ്റെ കരച്ചിലും അവിടമാകെ മുഴങ്ങിക്കേട്ടു. വേദന കാരണം മാർട്ടിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. ആ വേദന ഒന്ന് മാറുന്നതിന് മുന്നേ തന്നെ കണ്ണൻ്റെ ശബ്ദം അവിടെ മുഴങ്ങി. എനിക്കറിയാം നീ എന്നോട് ഒന്നും പറയാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഞാൻ ലേശം ഉപ്പ് കൊണ്ടുവന്നിട്ട് നിന്റെ ഈ കാലിൻ്റെ മുട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. അപ്പോഴും ഇതുപോലെ തന്നെയാണോ എന്ന് നമുക്കൊന്ന് നോക്കാലോ. മാർട്ടിന് ആ വേദനയേക്കാൾ ടോർച്ചറായിരുന്നു കണ്ണൻ പറഞ്ഞ വാക്കുകൾ. അതിൽ കൂടുതൽ പിടിച്ചു നിൽക്കാൻ മാർട്ടിന് കഴിയാത്തത് കൊണ്ട് തന്നെ അവൻ കണ്ണൻ്റെ മുന്നിൽ എല്ലാം കുമ്പസരിക്കാൻ തയ്യാറായി. പക്ഷെ കണ്ണൻ അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഓ, താനിനി പറയണ്ട. ഞാനേ ഉപ്പെടുത്തുകൊണ്ട് വന്നോളാം. നിന്റെ പേര് മാർട്ടിനെന്ന് തന്നെയല്ലേ? അതുകൊണ്ട് എനിക്കത്ര വിശ്വാസം പോരാ. നീ അങ്ങനെ എളുപ്പത്തിലെല്ലാം പറയാനൊന്നും പോണില്ലെന്നും എനിക്കറിയാം. കണ്ണൻ അവിടെ നിന്നും പോവാനൊരുങ്ങിയതും മാർട്ടിൻ അവൻ്റെ കാലിൽ പിടിച്ച് അപേക്ഷിക്കാൻ തുടങ്ങി. മോനെ കണ്ണ, എന്നോട് ക്ഷമിക്കടാ. നിന്നെയും ഋതികയും ആക്രമിക്കാൻ എനിക്ക് പണം തന്നെ ഏൽപ്പിച്ചത് ആ രാംദാസ് മേനോനാ. കണ്ണൻ വിശ്വാസം വരാത്തതുപോലെ മാർട്ടിനെ നോക്കിയപ്പോഴേക്കും അവരെ രണ്ടുപേരെയും കൊന്ന് വർമ്മ ഗ്രൂപ്പിനെ അവസാനിപ്പിക്കാനുള്ള മേനോന്റെ പ്ലാനിനെ പറ്റി അയാൾ കണ്ണനോട് വിശദീകരിച്ചു. ആ മേനോന്റെ വൃത്തികേടുകളെല്ലാം ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുള്ളതാ. പക്ഷെ ലക്ഷ്യം നേടാൻ വേണ്ടി അയാൾ ഇത്രയും അധപ്പതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. മാർട്ടിൻ കണ്ണൻ്റെ ഭാവങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കണ്ണൻ ശാന്തനായി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് വർമ്മ ഗ്രൂപ്പിൽ തന്നെ അയാൾ പലരെയും ചാരന്മാരായി നിർത്തിയ കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നത്. കണ്ണൻ ആകെ ഞെട്ടിപ്പോയി. തങ്ങളുടെ കമ്പനിയിൽ തന്നെ തങ്ങളെ ചതിക്കാനായ ആളുകളുണ്ടെന്നത് അവന് വിശ്വസിക്കാനായില്ല. എന്നാൽ മാർട്ടിൻ കണ്ണന് സത്യം ചെയ്തു കൊടുത്തു. പോരാതെ അവനെ വെറുതെ വിടുകയാണെങ്കിൽ അവരുടെ എല്ലാം പേരുകൾ താൻ പറയാമെന്ന് മാർട്ടിൻ കണ്ണന് വാക്കുകൊടുത്തു. കണ്ണൻ ഒരു നിമിഷം അതിനെപ്പറ്റി ആലോചിച്ചു. നിന്നെ വെറുതെ വിട്ട അവന്മാരുടെയൊക്കെ പേര് പറയാമെന്ന് പറഞ്ഞത് ഉറപ്പാണോ? മാർട്ടിൻ കണ്ണന് സത്യം ചെയ്തു നൽകി. കണ്ണൻ അറിയാമായിരുന്നു മുറിവേറ്റ ശത്രുക്കളെ വെറുതെ വിടുന്നത് അപകടമാണെന്ന്. പക്ഷെ തനിക്ക് മുന്നിൽ മറ്റു വഴികളിലെന്ന് അവനറിയാം. പെട്ടെന്ന് എന്തോ ചിന്തയിൽ അവൻ മാർട്ടിൻ്റെ പാൻറ് താഴേക്ക് വലിക്കാൻ തുടങ്ങി. മാർട്ടിൻ ഒന്ന് ഞെട്ടിവിറച്ചു. തൻ്റെ കാൽമുട്ടിലുള്ള മുറിവുകളിൽ കണ്ണൻ ഇനിയും മുറിവുകൾ ഉണ്ടാക്കുമോ എന്നൊരു ഭയമായിരുന്നു അതിന് കാരണം. അവൻ കണ്ണൻ്റെ മുന്നിൽ താണ് കേണ് അപേക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ കണ്ണൻ ശാന്തമായ മിഴികളോടെ മാർട്ടിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്നിട്ട്
ആ മുറിവിന് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ വളരെ മൃദുവായി അമർത്താൻ തുടങ്ങി. മാർട്ടിന് തലച്ചോറിലേക്ക് ഒരു മിന്നൽ പോയതുപോലെ തോന്നി. തുടക്കത്തിൽ മാർട്ടിന് കഠിനമായ വേദന അനുഭവപ്പെട്ടെങ്കിലും തുടർച്ചയായി കണ്ണൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതോടെ ആ വേദനയ്ക്ക് ആശ്വാസം ലഭിച്ചു തുടങ്ങി. അയാൾ അത്ഭുതത്തോടെ കണ്ണനെ നോക്കി. സത്യത്തിൽ കണ്ണൻ മാർട്ടിൻ്റെ മുറിവുകൾക്ക് ചുറ്റുമുള്ള ഞരമ്പുകൾ സുഖപ്പെടുത്തുകയായിരുന്നു. മാർട്ടിൻ ഇതുവരെ അനുഭവിക്കാത്ത ആശ്വാസത്തിൽ കണ്ണുകൾ അടച്ചു. എന്നെക്കൊണ്ട് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളെ വിളിച്ചോളാം. വർമ്മ സാറിൻ്റെ ചോറിൽ നിന്ന് മേനോന് വേണ്ടി പണിയെടുക്കുന്നവന്മാർ ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് അറിയണം. മാർട്ടിനോട് എല്ലാം പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം കണ്ണൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു നടന്നു. അപ്പോഴേക്കും ഋതികയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയിരുന്നു. അവൾ ഒന്നും മനസ്സിലാക്കാത്തതുപോലെ വാർഡിലുണ്ടായിരുന്ന നഴ്സിനെ തന്നെ നോക്കി കിടക്കുകയാണ്. നഴ്സ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഋതിക കണ്ണ് തുറന്ന് കണ്ടത്. അവൾ ഒരു ചിരിയോടെ ഋതികയുടെ അടുത്തേക്ക് ചെന്നു. അവൾക്ക് താൻ എവിടെയാണെന്ന് മനസ്സിലായിരുന്നില്ല. പേടിക്കണ്ടാട്ടോ, ഇയാളിപ്പം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാ. നിങ്ങളിപ്പോ സേഫാ. ഋതിക കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തു. അപ്പോഴാണ് അവൾക്ക് കണ്ണൻ്റെ കാര്യം ഓർമ്മ വന്നത്. അതോടെ അവൾ പരിഭ്രാന്തയായി. തളർന്ന സ്വരത്തിൽ നഴ്സിനോട് കണ്ണനെപ്പറ്റി തിരക്കുമ്പോൾ അവൾ ആകെ വേവലാതിയിലായിരുന്നു. തനിക്ക് ബോധമില്ലായിരുന്നല്ലോ. ആ ടൈം കണ്ണൻ പുറത്തേക്ക് പോയിരുന്നു. വിഷമിക്കേണ്ട, ആളിപ്പോ വരും. നേഴ്സ് തനിക്ക് കഴിയുന്നതുപോലെ ഋതികയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് സമാധാനമായില്ല. അവൾക്ക് കണ്ണനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ സ്ഥലത്ത് അവർക്ക് പിന്നാലെ ആരൊക്കെ ഉണ്ടെന്നോ എന്തൊക്കെ ചെയ്യുമെന്നോ ഒരു ഐഡിയയുമില്ലല്ലോ. ആ നേഴ്സ് അവളെ പലതും പറഞ്ഞ് അടക്കി നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ ഒന്നും കേൾക്കാൻ തയ്യാറാവാതെ വാശി പിടിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും കണ്ണൻ ഡോക്ടർമാരുടെ കൂടെ അവിടേക്കെത്തി. അവനെ കണ്ടപ്പോഴാണ് ഋതികയ്ക്ക് സമാധാനമായത്. കണ്ണൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ആ കയ്യിൽ പിടിച്ചു. അവൻ സ്നേഹത്തോടെ അവളോട് എന്തോ പറയാനൊരുങ്ങിയതും അവൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അകത്തുനിന്ന് മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കണ്ണൻ ഫോണും കൊണ്ട് പുറത്തേക്കിറങ്ങി. അത് മാർട്ടിൻ്റെ കോളായിരുന്നു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കണ്ണൻ ഒന്ന് ഞെട്ടി. അടുത്ത അറ്റാക്കിൽ നിന്ന് നിനക്ക് ഓടി രക്ഷപ്പെടാനാവില്ല കണ്ണ. കണ്ണൻ ഒരു ഞെട്ടലോടെ അവിടെ തറഞ്ഞു നിന്നു. മാർട്ടിനും ടീമും കണ്ണനെ തീർക്കുന്നതിൽ നിന്ന് തോറ്റു പിന്മാറിയതറിഞ്ഞതും രാംദാസ് മേനോൻ ആ ദൗത്യം മറ്റൊരാൾക്ക് കൈമാറി എന്ന വിവരമായിരുന്നു അയാൾക്ക് കണ്ണനെ അറിയിക്കാനുണ്ടായിരുന്നത്. അതാരാണെന്ന് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും വിദേശത്തു നിന്നുള്ള ഏതോ ഒരു പ്രൊഫഷണൽ കില്ലറാണെന്ന് മാത്രം മാർട്ടിൻ അവനോട് പറഞ്ഞു. വിദേശികളായ കില്ലേഴ്സിൻ്റെ രീതികളൊക്കെ വളരെ ലളിതമായിരിക്കും. ഒന്നുകിൽ പോയിസൺ, അല്ലെങ്കിൽ കുത്തിവയ്പ്, അതുമല്ലെങ്കിൽ വാഹനാപകടം ഉണ്ടാക്കൽ. ഇതൊക്കെയാണ് അവരുടെ രീതികൾ. അവർ സ്കെച്ച് ചെയ്യുന്ന ആളെ കൊല്ലാതെ മടങ്ങില്ല. പക്ഷെ ഒറ്റ മനുഷ്യന്മാരും അറിയില്ലെന്ന് മാത്രം. മാർട്ടിൻ പറയുന്നത് കേട്ട കണ്ണൻ്റെ നെഞ്ചിടിപ്പ് കൂടി. അപ്പോഴാണ് അടുത്ത വാർഡിൽ ബഹളം കേൾക്കാൻ തുടങ്ങിയത്. കണ്ണൻ പെട്ടെന്ന് തന്നെ ഋതികയുടെ അടുത്തേക്ക് ഓടി. അവിടെ ഡോക്ടർ ഋതികയ്ക്ക് എന്തോ കുത്തിവയ്പ് എടുക്കാൻ പോവുകയായിരുന്നു. ഓടി വന്ന കണ്ണൻ ആ സിറിഞ്ച് വാങ്ങി ജനാലയിലൂടെ പുറത്തേക്കെറിഞ്ഞു. കണ്ണൻ്റെ ആ പ്രവൃത്തി കണ്ട ഡോക്ടറടക്കം എല്ലാവരും ഞെട്ടിപ്പോയി. ഡോക്ടർ അവനോട് ചൂടായി. നിങ്ങളാരാ? കണ്ണൻ ഡോക്ടറുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചതും അയാൾ വല്ലാതെ പരിഭ്രമിച്ചു തുടങ്ങി. ഞാൻ ഡോക്ടർ രാജീവ്. ആ ഡോക്ടർ വിക്കി പറയുന്നത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫുകളും പരിഭ്രാന്തരായി. കണ്ണൻ ദേഷ്യത്തോടെ തന്നെ ആ ഡോക്ടറിൻ്റെ ഉള്ളറിയാൻ ശ്രമിച്ചു. അതേസമയം കണ്ണൻ എന്താണ് സംഭവിച്ചെന്നറിയാതെ ഋതികയും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൾ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. കണ്ണാ, നീ എന്തേ ചെയ്യുന്നേ? ദേഷ്യത്തോടെ ആ ഡോക്ടറെ സ്കാൻ ചെയ്യുന്നതിനിടയിൽ ഋതികയുടെ സ്നേഹത്തോടെയുള്ള ശബ്ദം കേട്ടതും കണ്ണൻ്റെ മനസ്സ് പെട്ടെന്ന് ശാന്തമായി. അവൻ അവൾക്ക് നേരെ തിരിഞ്ഞു. ഋതിക, നമ്മളിവിടെ ഒട്ടും സേഫല്ല. നമുക്കിവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. കണ്ണൻ്റെ മിഴികളിൽ തെളിഞ്ഞ ഉത്കണ്ഠയും സ്നേഹവും ഋതികയ്ക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നു. കണ്ണൻ പറയുന്നത് കേട്ട് ഡോക്ടർമാർ പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ മടിച്ച് മുന്നോട്ടേക്ക് വന്നു. കണ്ണ, നിനക്ക് ഋതികയുടെ കാര്യം ഓർത്ത് ടെൻഷനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ അവസ്ഥയിൽ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് റിസ്ക്കാ. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ട്രാൻസ്ഫർ ചെയ്യുവാനാണെങ്കിൽ തന്നെ അതിൻ്റെ മുഴുവൻ റിസ്ക്കും നിങ്ങൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും. അതുമല്ല, അവളുടെ സേഫ്റ്റിക്ക് ഒരു ഡോക്ടറിനെയും നഴ്സിനെയും കൂടി നിങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അതിന് തന്നെ നല്ലൊരു ചെലവ് വരും. കണ്ണൻ ആ ഡോക്ടറിൻ്റെ കണ്ണിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എത്ര വേണേലും ചിലവാക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ ചെയ്തോ? പിന്നെ ഇവിടുന്ന് നിങ്ങൾ തന്നെ ഋതികയ്ക്കൊപ്പം പോവും.
കണ്ണൻ്റെ ആ പെരുമാറ്റം എല്ലാവർക്കും വളരെ വിചിത്രമായി തോന്നി. തന്നെക്കുറിച്ച് കണ്ണന് ഇത്രയേറെ ആശങ്കയുണ്ടായിരുന്നു എന്നത് അത്ഭുതത്തോടെയാണ് ഋതിക തിരിച്ചറിഞ്ഞത്. ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ണനോട് മോശമായി സംസാരിക്കേണ്ടി വന്നതിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ടായിരുന്നു. അവൾക്ക് കണ്ണൻ അവളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ള ചിന്ത മനസ്സിൽ തോന്നിത്തുടങ്ങി. കണ്ണനോട് അതുവരെ ഇല്ലാതിരുന്നൊരു സോഫ്റ്റ് കോർണർ അവളുടെ മനസ്സിൽ വളർന്നു തുടങ്ങി. പക്ഷെ അതേസമയം തന്നെ മറ്റൊരു സംശയവും വളർന്നു. കാരണം ഇപ്പോൾ തനിക്ക് വേണ്ടി എത്ര കാശ് വേണമെങ്കിലും ചിലവഴിക്കാമെന്ന് പറഞ്ഞവനാണ് ഇന്നലെ 2 മുറി എടുക്കാൻ മാത്രം ബഡ്ജറ്റ് തനിക്കില്ലെന്ന് പറഞ്ഞിരുന്നത്. കണ്ണൻ്റെ നിർബന്ധത്തെ തുടർന്ന് ഋതികയെ ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഡോക്ടർമാർ സമ്മതിച്ചു. ഈ സമയം മുഴുവൻ കണ്ണൻ ഋതികയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവളെയും കൊണ്ടുപോകുന്ന സമയത്ത് ആംബുലൻസിന് പുറത്ത് ഒരാൾ തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്നത് കണ്ണൻ കണ്ടു. അയാൾ കാണാൻ ഒരു മാന്യനായിരുന്നെങ്കിലും അയാളുടെ ആ തുറിച്ചുനോട്ടം കണ്ണനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു. അടുത്ത നിമിഷം കണ്ണനുള്ളിലുള്ള ശക്തി മുഴുവനും എടുത്ത് അയാളെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. അയാളുടെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന പൊട്ടാസ്യം സൈനൈഡിൻ്റെ പാക്കറ്റ് കണ്ടപ്പോൾ തന്നെ കണ്ണന് പ്രൊഫഷണൽ കില്ലർ അതാണെന്ന് മനസ്സിലായി. അവനിട്ട് ഒരു പണി കൊടുക്കണമെന്ന് കരുതിയെങ്കിലും ഋതികയുടെ കാര്യം ഓർത്തപ്പോൾ അവനൊന്ന് അടങ്ങി. പക്ഷെ അതേ നിമിഷം തന്നെ അവൻ ആ കില്ലറിൻ്റെ നേർക്ക് തൻ്റെ നടുവിരൽ ഉയർത്തി കാണിച്ചു. അയാളൊന്ന് ഞെട്ടിയതുപോലെ തോന്നി. കണ്ണൻ എന്തോ പ്രത്യേകതയുണ്ടെന്ന് അയാൾക്ക് തോന്നി. കാരണം അയാളുടെ അന്നേ വരെയുള്ള കരിയറിൽ ഇന്നേ വരെ ആരും അയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അയാൾ ഒന്ന് ഭയന്നിരുന്നു. അപ്പോൾ തന്നെ ഫോൺ എടുത്ത് പ്രിയദർശൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ പ്രിയദർശൻ, നിങ്ങളുടെ മുതലാളിയോട് പറഞ്ഞേക്ക് ഈ മിഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണെന്ന്. ഇത് എന്നെക്കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട്? താൻ ഈ ജോലി ഏറ്റെടുക്കുമ്പോൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്. താനിത് മര്യാദയ്ക്ക് ചെയ്തു തീർക്കുമെന്നൊരു വിശ്വാസത്തിലായിരുന്നു ഞാൻ. നോക്ക്, ആ ചെക്കൻ എന്നെ തിരിച്ചറിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, അവൻ ആ പെണ്ണിനെയും കൊണ്ട് ഇവിടെ നിന്നും പോയി. പിന്നെ ഞാൻ എങ്ങനെ ഈ ജോലി ചെയ്യുന്നത്? കില്ലർ പറയുന്നത് കേട്ട് പ്രിയദർശൻ ആകെ കൺഫ്യൂഷനിലായി. അവൻ ഉടനെ തന്നെ ആ കോൾ അവസാനിപ്പിച്ചിട്ട് മേനോനോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. 2 എണ്ണത്തിനെ അങ്ങ് ഇടുക്കിയിൽ വെച്ച് തന്നെ തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. എന്താന്ന് വെച്ചാൽ അവിടെ വെച്ച് അവരെ അപകടപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ വെച്ചത് നടക്കില്ല. പ്രിയദർശൻ മടിച്ചു ശ്രമിച്ചു നോക്കാമെന്ന് മേനോനോട് പറഞ്ഞപ്പോൾ അയാൾ പ്രിയനെ ഒന്ന് തുറിച്ചു നോക്കി. നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ പ്രിയ, പക്ഷെ നമ്മുടെ ആരുടെയും പേര് എവിടെയും വരാൻ പാടില്ല. ആ ചെറുക്കനാണെങ്കിൽ ഒടുക്കത്തെ ബുദ്ധിയോ. എനിക്കറിയാം സാർ, എന്തായാലും മുറിവേറ്റ ശത്രുവിനെ ഒന്നുകൂടി ഭയക്കണമെന്നാണല്ലോ. നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം. തങ്ങളുടെ പേരുകൾ എവിടെയും വരാതിരിക്കാൻ പ്രിയദർശനും മേനോനും പരമാവധി ശ്രമിച്ചിരുന്നു. ഇതേ സമയം താൻ കൊല്ലാൻ ശ്രമിച്ചിട്ടും തന്നെ സഹായിച്ച കണ്ണനോടുള്ള സ്നേഹം കാരണം വർമ്മ ഗ്രൂപ്പിൽ മേനോനു വേണ്ടി ജോലി ചെയ്യുന്നവരെ കണ്ടെത്താനുള്ള പരിശ്രമത്തിലായിരുന്നു മാർട്ടിൻ. അയാൾ തൻ്റെ ആളുകളോട് ഇതേപ്പറ്റി സംസാരിച്ചു. നോക്ക്, വർഷങ്ങളായി ഞാൻ ഈ വേദന കൊണ്ട് നടക്കുന്നു. നമ്മൾ അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും അവൻ എൻ്റെ വേദന മാറ്റി തന്നത് നിങ്ങളും കണ്ടതല്ലേ. ഇപ്പം എനിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റുന്നത് അവൻ കാരണമാണ്. അവൻ ഈ ചെയ്തു തന്നതിനുള്ള പ്രതിഫലം നമ്മളും അവന് കൊടുക്കണം. തുടക്കത്തിൽ മേനോനെതിരെ നിൽക്കാൻ എല്ലാവരും വിമുഖത കാണിച്ചെങ്കിലും മാർട്ടിൻ്റെ ആ വൈകാരികമായ അഭ്യർത്ഥന കണ്ടപ്പോൾ അവർക്കാർക്കും മറുത്തു പറയാൻ കഴിഞ്ഞില്ല. അവസാനം എല്ലാവരും സമ്മതം മൂളി. ഇതിനിടെ ഋതികയും കൊണ്ട് കണ്ണൻ കോഴിക്കോട് എത്തിയിരുന്നു. ഇനിയും തങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടാകുമെന്നുള്ള ഭയം കാരണം അവൻ എല്ലാ കാര്യങ്ങളും വർമ്മയോട് തുറന്നു പറഞ്ഞു. കൂടാതെ ഋതികയ്ക്ക് വേണ്ടി ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. യാത്രക്കിടയിൽ വെച്ച് അവരെ പ്രിയദർശൻ്റെ ആളുകൾക്ക് തൊടാൻ പോലും പറ്റാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ ആ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയായിരുന്നു. കണ്ണനും ഋതികയ്ക്കൊപ്പം ഹോസ്പിറ്റലിലേക്ക് പോവാനിരുന്നപ്പോഴാണ് മാർട്ടിൻ്റെ കോൾ അവനെ തേടിയെത്തിയത്. അവൻ അവിടെ നിന്നും മാറി നിന്നു. കണ്ണ, ആ മേനോൻ്റെ ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ശേഷം മാർട്ടിൻ ആ ആളുകളുടെ പേരുകൾ പറയുന്നതിനനുസരിച്ച് കണ്ണൻ്റെ മുഖം ദേഷ്യം കാരണം വലിഞ്ഞു മുറുകാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് ഉയർന്നു. വർമ്മ ഗ്രൂപ്പിലെ മേനോൻ്റെ ചാരന്മാരുടെ പേരുകൾ അറിഞ്ഞതോടെ കണ്ണൻ്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അവൻ മാർട്ടിൻ്റെ കോൾ കട്ട് ചെയ്തു. ശത്രുതയ്ക്കൊക്കെ ഒരു പരിധിയില്ലേ? ഈ കൃഷ്ണദാസിനെയും ഗൗതമനെയും പോലുള്ളവരൊക്കെ ഇത്രയ്ക്ക് അതപ്പതിക്കൊന്നും കരുതിയില്ല. നാണമില്ലാത്തവർ. ഇരിക്കുന്ന കൊമ്പ് തന്നെയാണ് മുറിക്കാൻ നോക്കുന്നത്. അപ്പോഴേക്കും ഋതികയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ തയ്യാറെടുത്ത് വർമ്മയും തരകനും അങ്ങോട്ടേക്ക് ചെന്നു. കണ്ണൻ മാറി നിന്ന് പിറുപിറുക്കുന്നത് കണ്ടാണ് അവർ അവൻ്റെ അടുത്തേക്ക് ചെന്നത്. വർമ്മ കണ്ണനെ കണ്ടതും സ്നേഹത്തോടെയാണ് സംസാരിച്ചത്. അവനും അദ്ദേഹത്തോട് ബഹുമാനത്തോടു കൂടി തന്നെ മറുപടി നൽകി. വർമ്മയ്ക്ക് തൻ്റെ മകളെ ആക്രമിച്ചത് ആരാണെന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. അവിടുത്തെ പോലീസിന് ഇതുവരെ ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ ഇത് ചെയ്തത് ആരാണെങ്കിലും ശരി, ഒരുത്തിനെയും ഞാൻ വെറുതെ വിടില്ല. ഇത് അങ്കിളിന് ഞാൻ തരുന്ന വാക്കാ. വർമ്മ അവനോട് എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഡോക്ടർമാർ കണ്ണനെ അങ്ങോട്ടേക്ക് വിളിച്ചു. കണ്ണ, ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു കാര്യം കൊണ്ട് നിനക്ക് നേരെ ഒരുപാട് ചോദ്യങ്ങളുണ്ടായെന്ന് വരും. കാരണം അവളെ ഇടുക്കിക്ക് കൊണ്ടുപോയത് നീയാണ്. തരകൻ്റെ താക്കീത് ന്യായമാണെന്ന് കണ്ണന് മനസ്സിലായിരുന്നു. കാരണം അദ്ദേഹം അവനെ ഒരുപാട് വിശ്വസിക്കുന്നൊരു മനുഷ്യനാണെന്നത് കൊണ്ട് തന്നെ. അവൻ തരകനെ സമാധാനിപ്പിച്ചു. തരകൻ സാറ് വിഷമിക്കണ്ട, ആ ക്രിമിനലിനെ അധികം വൈകാതെ തന്നെ ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കും. തരകൻ അവൻ്റെ ചുമലിലൊന്ന് തട്ടി വർമ്മയെയും കൊണ്ട് അവിടെ നിന്നും പോയി. കൃഷ്ണദാസേ, നീ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കണ്ണൻ കൃഷ്ണദാസിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ഋതിക ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ അസ്വസ്ഥതയിൽ ഇരിക്കുകയായിരുന്നു കൃഷ്ണദാസ്. അയാൾ തുടരെ മേനോനെ വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ മേനോൻ കോൾ എടുത്തതേയില്ല. ഗൗതം അയാളുടെ ആവലാതി കണ്ട് അടുത്തേക്ക് ചെന്നു. അച്ഛനെന്തിനെങ്ങനെ ടെൻഷനാവുന്നേ? അവൾ ജീവനോടെ ബാക്കിയായെന്നല്ലേ ഉള്ളൂ. ഇതിനകത്ത് നമ്മുടെ കൈയുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. പക്ഷെ കൃഷ്ണദാസിന് കണ്ണൻ്റെ കാര്യം ആലോചിച്ചായിരുന്നു ടെൻഷൻ. ഋതികയും അത്ര മോശമല്ല. രണ്ടുപേരും കൂടി ചേർന്ന എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയണം. എല്ലാം പ്ലാൻ ചെയ്തു വെച്ചിട്ടും കണ്ണൻ എങ്ങനെയാണ് എല്ലാം തകിടം മറിച്ചതെന്ന് അയാൾക്ക് മനസ്സിലായതേയില്ല. പക്ഷെ മേനോൻ കൂടെ ഉണ്ടായിരുന്നുള്ള ധൈര്യത്തിലായിരുന്നു ഗൗതം. അതുകൊണ്ട് തന്നെ അവന് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗൗതം അത് പറഞ്ഞപ്പോഴാണ് മേനോൻ തൻ്റെ ഫോൺ കോൾ എടുക്കാത്തത് അയാൾ പറഞ്ഞത്. അച്ഛൻ്റെ ആ ഭയം അടിസ്ഥാനരഹിതമല്ലെന്ന് ഗൗതമിന് അറിയാഞ്ഞിട്ടല്ല. കഴിഞ്ഞ തവണ ഋതികയും കണ്ണനും കാരണം കൃഷ്ണദാസ് അത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. അവൻ എന്തോ ആലോചനയോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ മേനോനോട് സംസാരിക്കാം, എന്നിട്ട് വരാം. നീ വേഗം പോയിട്ട് വാ. ആ മേനോനെങ്ങാനും കുടുങ്ങിയ അതിൻ്റെ പിന്നാലെ നമ്മളും തൂങ്ങും. ഒരാളെ CEO പോസ്റ്റിൽ നിന്ന് മാറ്റുന്നതും കൊല്ലുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കൃഷ്ണദാസ് പറയുന്നത് കേട്ട് ഗൗതമിന് അച്ഛൻ അറസ്റ്റിനെ ഭയക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവൻ മേനോനെ കാണാനായി പുറപ്പെട്ടു. വീട്ടിൽ നിന്നിറങ്ങി അല്പം ദൂരെയായപ്പോഴാണ് കാൽനടയായി തൻ്റെ വീട്ടിലേക്ക് പോകുകയായിരുന്ന കണ്ണനെ ഗൗതം കണ്ടത്. ഉടനെ തന്നെ അവൻ കണ്ണൻ്റെ അടുത്തേക്ക് കാർ തിരിച്ചു. ഒരു കാർ തൻ്റെ മുന്നിൽ വന്ന് നിർത്തിയത് കണ്ട കണ്ണനും ഒന്ന് ഞെട്ടി. എന്താ കണ്ണ ഇവിടെ? ഞാൻ വിചാരിച്ചു താൻ ഋതികയുടെ കൂടെ ഹോസ്പിറ്റലായിരിക്കുമെന്ന്. ഞാൻ ഋതികയുടെ കൂടെ തന്നെ ആയിരുന്നു. അതിനിടയ്ക്ക് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതൊക്കെ പോട്ടെ, ഋതിക ഹോസ്പിറ്റലാണെന്ന് നീ എങ്ങനെ അറിഞ്ഞത്? ഗൗതമൻ്റെ മുഖത്ത് ഭയം തെളിഞ്ഞു. അതോടെ അവൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞതും എല്ലാം ചേർത്ത് വായിച്ചപ്പോൾ കണ്ണൻ തങ്ങളുടെ കള്ളത്തരമൊക്കെ പിടികൂടിയോ എന്നൊരു സംശയം അവനില്ലാതിരുന്നില്ല. അത് ഞാൻ വാർത്തയിൽ കണ്ടതാ. നീ ഇപ്പം എന്തിനാ അച്ഛനെ കാണാൻ പോകുന്നേ? അവിടെ എന്തെങ്കിലും ജോലിയുണ്ടോ? കണ്ണൻ ഒരു വല്ലാത്ത പുഞ്ചിരിയോടെ ഗൗതമനെ നോക്കിക്കൊണ്ട് കാറിൻ്റെ ഡോർ തുറന്ന് അകത്തേക്കിരുന്നു. ഒരു ജോലി ഉണ്ടായിരുന്നു. അതിനി ഇപ്പം താനായാലും ചെയ്താൽ മതിയാവും. ഗൗതം മടിയോടെയാണെങ്കിലും എന്താണ് ജോലിയെന്നൊക്കെ അന്വേഷിച്ചതും കണ്ണൻ പറയാമെന്നൊരു മറുപടി നൽകിയത് മാത്രമേ ഗൗതം കണ്ടുള്ളൂ. കണ്ണൻ്റെ കൈ മിന്നൽ വേഗത്തിലാണ് ചലിച്ചത്. ഗൗതമൻ എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ ആ കൈ അവൻ്റെ കഴുത്തിൽ പതിച്ചിരുന്നു. കണ്ണൻ്റെ ആക്രമണത്തിൽ എത്ര നേരം ഗൗതം ബോധമില്ലാതെ കിടന്നുവെന്നറിയില്ല. ബോധം തെളിഞ്ഞപ്പോൾ അവനൊരു ഇരുട്ടുമുറിയിലായിരുന്നു. ആ മുറിയിലാകെ നല്ല രീതിയിൽ ഈർപ്പമുണ്ട്. അവൻ്റെ വസ്ത്രങ്ങളുമെല്ലാം നനഞ്ഞിരുന്നു. പോരാത്തതിന് അവനൊരു കസേരയിൽ ബന്ധിച്ചിരിക്കുകയുമാണ്. ആകെ തൊണ്ട വരണ്ടുവെന്ന് തോന്നിയപ്പോഴാണ് ഒരു കുപ്പിയുമായി കണ്ണൻ അങ്ങോട്ടേക്ക് വന്നത്. അവൻ ആ ബോട്ടിൽ താഴേക്കിട്ടു. ഗൗതം അവിടെ കിടന്ന് കണ്ണൻ തന്നോട് ചെയ്തത് ശരിയായില്ല എന്നൊക്കെ വാദിക്കുന്നുണ്ട്. കണ്ണൻ അവനെ പരിഹസിച്ചു. അതെ, ഋതികയെ കൊല്ലാൻ നോക്കിയത് ന്യായം, ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുവന്നത് അന്യായം, അത് കൊള്ളാം. കണ്ണൻ പറയുന്നത് കേട്ട് ഗൗതം ഒന്ന് ഞെട്ടി. പക്ഷെ പെട്ടെന്ന് തന്നെ അവനത് നിഷേധിച്ചു. കണ്ണൻ ഒരു പുഞ്ചിരിയോടെ ഗൗതമനെ നോക്കിക്കൊണ്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളം നിലത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി. മോനെ ഗൗതമ, ഞാനിവിടെ നിന്റെ ഈ നാടകം കാണാൻ വന്നതല്ല. ഞാൻ ചോദിക്കുന്നതിന് മണിയായി ഉത്തരം തന്നാൽ മതി. എന്താ മേനോൻ്റെ അടുത്ത പ്ലാൻ? പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ വെള്ളമൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് എൻ്റെ പാട്ടിന് പോവും. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. ആ നനഞ്ഞ മുറിയിലിട്ട് അവനെ മാനസികമായി തളർത്താനായിരുന്നു കണ്ണൻ്റെ പ്ലാൻ. ഗൗതമനും കണ്ണൻ്റെ പ്ലാൻ എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലായിരുന്നു. പക്ഷെ ആ അവസ്ഥയിൽ എന്തു ചെയ്യാനാണ്? കണ്ണൻ ചെയ്യുന്നതൊന്നും ശരിയല്ലെന്ന് പറഞ്ഞ് അവൻ വീണ്ടും കണ്ണനോട് തർക്കിക്കാൻ തുടങ്ങി. ശരിയും തെറ്റൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പോവും. പിന്നെ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് എന്നെ പ്രതീക്ഷിച്ചാൽ മതി. അതും പറഞ്ഞ് കണ്ണൻ ആ വെള്ളം മുഴുവൻ വലിച്ചെറിഞ്ഞ് അവിടെ നിന്നും പോകാൻ തുടങ്ങി. ഗൗതം ആകെ പരിഭ്രാന്തനായി.
കണ്ണൻ വാതിലടയ്ക്കുമെന്നായപ്പോൾ അവൻ അപേക്ഷിക്കാൻ തുടങ്ങിയിരുന്നു. കണ്ണാ, പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യേ, ഞാൻ നിന്നോടെല്ലാം പറയാം. ആദ്യം നീ എനിക്ക് കുറച്ച് വെള്ളം താ. വെള്ളമൊക്കെ തരാം, ആദ്യം നീ എൻ്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം താ. കണ്ണാ, ഇതെൻ്റെയോ അച്ഛൻ്റെയോ പ്ലാനല്ല, ആ മേനോൻ്റെ പ്ലാനാ. ഹൃതികയെ ഇല്ലാതാക്കിയ വർമ്മ ഗ്രൂപ്പ് ഞങ്ങളുടെ കയ്യിലാവുമെന്ന് അയാളാ പറഞ്ഞത്. ഗൗതം എല്ലാം കണ്ണനോട് തുറന്നു പറയാൻ തുടങ്ങി. ഈ സമയം വീട്ടിൽ നിന്നിറങ്ങി ഇത്ര നേരമായിട്ടും മകനെ കാണാത്തതിനാൽ കൃഷ്ണദാസ് ടെൻഷനായി തുടങ്ങി. എന്തോ കുഴപ്പമുണ്ടെന്ന് അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. അതോടെ കൃഷ്ണദാസ് കാറുമെടുത്ത് മേനോന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നാൽ അവിടെ എത്തിയ കൃഷ്ണദാസിന് ബോധം പോകുന്നത് പോലെ തോന്നി. മേനോനെ കാണാൻ ചെന്ന കൃഷ്ണദാസ് അവിടെ മുഴുവൻ വജ്രങ്ങളും കോർ സ്റ്റോണുകളും മിനുക്കുന്ന ജോലിക്കാരെയാണ് കണ്ടത്. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഹൃതികയെ കൊന്നതിന് ശേഷം എന്നെ വർമ്മ ഗ്രൂപ്പിന്റെ CEO ആക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്. പക്ഷെ ഇവിടെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് കാര്യങ്ങൾ വേറെ വഴിക്കാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇനി മേനോൻ എന്നെ ചതിക്കുകയാണോ? ഹൃതികയെ തീർത്തിട്ട് വർമ്മ ഗ്രൂപ്പ് സ്വന്തമാക്കാനാണോ ഇനി മേനോന്റെ പ്ലാൻ? കൃഷ്ണദാസിന്റെ മനസ്സിൽ എന്തൊക്കെയോ ചോദ്യങ്ങൾ ഉയർന്നു. അയാളുടെ മനസ്സിൽ സംശയത്തിന്റെ മുളകൾ പൊട്ടിത്തുടങ്ങി. ആ സമയത്താണ് മേനോൻ അങ്ങോട്ടേക്ക് വന്നത്. ഹലോ കൃഷ്ണദാസ്, താനെന്താ ഇവിടെ? വരുന്നതിന് മുന്നേ ഒന്ന് വിളിക്കായിരുന്നില്ലേ? കൃഷ്ണദാസിന്റെ മുഖത്തൊരു പരിഹാസ ചിരി വിടർന്നു. വിളിക്കാനോ? നിങ്ങളുടെ മൊബൈലൊന്ന് എടുത്തു നോക്ക്, അപ്പോൾ അറിയാം എത്ര കോളുണ്ടെന്ന്. എൻ്റെ ഒരു കോൾ എടുക്കാത്ത ആളാണ് എന്നെ പാർട്ട്ണർ എന്ന് വിളിക്കുന്നത്. മേനോൻ തൻ്റെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ കൃഷ്ണദാസ് പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായി. മേനോൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് കൃഷ്ണദാസിനോട് ക്ഷമ ചോദിച്ചു. അയാൾ അന്ന് പറഞ്ഞ ഫെസ്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായതുകൊണ്ട് മൊബൈൽ നോക്കിയിരുന്നില്ല. കൃഷ്ണദാസ് പക്ഷേ അതിലൊന്നും വീണില്ല. സോറിയൊക്കെ നമുക്ക് പിന്നെ പറയാം. നിങ്ങൾ എന്നെ ഒരു പാർട്ട്ണറായിട്ട് കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് എന്നോട് പറയും. കരുതുന്നുണ്ടെങ്കിലെന്നോ? അളിയാ, താൻ എൻ്റെ പാർട്ട്ണർ തന്നെയല്ലേ? എടോ, താൻ എന്നെ ഒന്ന് വിശ്വസിക്കേ. ഇതിൽ നിന്ന് എന്ത് ലാഭം കിട്ടിയാലും തൻ്റെ ഷെയർ ഞാൻ തന്നിരിക്കും. മേനോൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും കൃഷ്ണദാസ് അതൊന്നും അത്രയ്ക്ക് വിശ്വാസം വരാത്തതുപോലെ മേനോനെ ചൂഴ്ന്നു നോക്കുന്നുണ്ടായിരുന്നു. മേനോൻ തൻ്റെ പദ്ധതികൾ വിശദീകരിച്ചു കൊടുത്തു. നോക്കു കൃഷ്ണ, ഹൃതിക മരിച്ചില്ല, ശരിയാ. പക്ഷെ അവൾ ഇപ്പോഴും ആശുപത്രിയിലാ. ഇതാണ് പണം സമ്പാദിക്കാനുള്ള ശരിയായ സമയം. അവന്മാരെന്തായാലും ഈ അവസ്ഥയിൽ ഫെസ്റ്റിന് പങ്കെടുക്കാൻ ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് കോർ സ്റ്റോൺസും ഡയമണ്ട്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അവന്മാർ മത്സരിക്കാനില്ലെങ്കിൽ പിന്നെ നമുക്കെതിരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് അറിയാലോ തനിക്ക്. മേനോൻ്റെ പ്ലാനുകൾ മുഴുവൻ കൃഷ്ണദാസ് മനസ്സിലാക്കിയെടുത്തു. മേനോൻ കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു ഷെയർ തരുമെന്ന് പറഞ്ഞതിൽ സന്തോഷം തോന്നിയെങ്കിലും ഗൗതമൻ്റെ വിവരമൊന്നും അറിയാത്തതിൻ്റെ ഒരു ടെൻഷനും അയാൾക്കുണ്ടായിരുന്നു. കൃഷ്ണദാസ് ശാന്തമായ സ്വരത്തിലാണ് ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനായി ഗൗതമനെ വിളിക്കാനായി മേനോനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ കൃഷ്ണദാസിൻ്റെ ആവശ്യം കേട്ടയുടൻ മേനോൻ പൊട്ടിച്ചിരിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ പൊന്നു ചങ്ങായി, ഗൗതം എൻ്റെ മോനല്ല, തൻ്റെ മോനാ. ഇവിടെ വന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? എടോ മേനോനെ, താൻ കളിയാക്കാതെ എൻ്റെ ചെറുക്കനെ ഇങ്ങോട്ട് വിളിച്ചേ. നിങ്ങളെ കാണാൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞാനല്ലേ അവനെ പറഞ്ഞു വിട്ടത്. മേനോൻ അപ്പോൾ തന്നെ ഗൗതം അവിടേക്ക് വന്നിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. കൃഷ്ണദാസിൻ്റെ മുഖത്ത് ഭയം നിറഞ്ഞു. ഗൗതം എവിടേക്ക് പോയെന്ന് ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. ഫോൺ എടുത്ത് അവനെ വിളിച്ചെങ്കിലും അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. കൃഷ്ണദാസിന് ശ്വാസം മുട്ടിത്തുടങ്ങി. അയാളുടെ ഭാവം കണ്ട മേനോനും എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. അയാൾ കൃഷ്ണദാസിനെ സമാധാനിപ്പിക്കാനായി എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു. ചെറിയ പയ്യനായതുകൊണ്ട് അവൻ്റെ എന്തെങ്കിലും കാര്യത്തിന് പോയി കാണുമെന്ന് മേനോൻ പറഞ്ഞപ്പോൾ കൃഷ്ണദാസ് പൊട്ടിത്തെറിച്ചു. എടോ, താൻ ഈ പറയുന്നത് പോലെ ഒന്നുമല്ല എൻ്റെ ചെറുക്കൻ. ഞാൻ അവനെ തൻ്റെ അടുത്തേക്ക് അയച്ചെന്ന് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാക്കിക്കൂടെ അവൻ തൻ്റെ അടുത്തേക്ക് വന്നു കാണുമെന്ന്? കൃഷ്ണദാസ് ഉറപ്പിച്ച് പറഞ്ഞതോടെ കാര്യത്തിൻ്റെ ഗൗരവം മേനോനും മനസ്സിലാക്കി തുടങ്ങി. അയാൾ അപ്പോൾ തന്നെ ഫോണെടുത്ത് പ്രിയദർശനെ വിളിച്ചു. പ്രിയ, 1 മണിക്കൂറിനുള്ളിൽ ഗൗതമനെ കണ്ടെത്തി എൻ്റെ മുന്നിൽ എത്തിക്കണം. അറിയാലോ, കൃഷ്ണദാസിന് അവൻ എത്ര പ്രിയപ്പെട്ടവനാണോ അതുപോലെ തന്നെയാണ് അവൻ എനിക്ക്. പ്രിയദർശൻ ആ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് കോൾ കട്ട് ചെയ്തു. പ്രിയദർശൻ ഗൗതമനെ തേടിപ്പോയ സമയത്ത് ഇപ്പുറം ഗൗതമൻ്റെ അടുത്ത് നിന്ന് മേനോൻ്റെ എല്ലാ പദ്ധതികളും ചോർത്തിയെടുക്കുകയായിരുന്നു കണ്ണൻ. അയാളുടെ എല്ലാ പദ്ധതികളും അറിഞ്ഞതോടെ കണ്ണൻ്റെ മുഖഭാവം മാറി. ഈ മേനോൻ ഞാൻ വിചാരിച്ചതിലും ക്രൂരന. പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു അവസാനം കാണണം. അപ്പോഴേക്കും ഗൗതം അവിടെ കിടന്ന് വെള്ളത്തിന് വേണ്ടി കരയാൻ തുടങ്ങി. കണ്ണൻ അവനെ ഒന്ന് നോക്കി. ശേഷം വെള്ളവുമായി അവൻ്റെ അടുത്തേക്ക് ചെന്ന് വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിനക്ക് ഞാൻ വെള്ളം തന്നെന്ന് കരുതി പെട്ടെന്ന് നിന്നെ എങ്ങനെ വിട്ടുകളയൊന്ന് കരുതണ്ട. നീയും നിൻ്റെ അച്ഛനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സ്വന്തം കമ്പനിയല്ലടാ നീയൊക്കെ തുറന്നെടുത്തോണ്ട് പോകുന്നത്. ഗൗതം ഒന്നും പറഞ്ഞില്ല.
കണ്ണൻ വാതിലും പൂട്ടി പുറത്തേക്കിറങ്ങി. ഋതികയുടെ അടുത്തേക്ക് പോകുന്ന വഴി എങ്ങനെ മേനോനിട്ട് പണി കൊടുക്കാമെന്നായിരുന്നു അവൻ്റെ ചിന്ത. പെട്ടെന്നൊരു ഐഡിയ വന്നതോടെ അവൻ തൻ്റെ ഫോണെടുത്ത് മാർട്ടിനെ വിളിച്ചു. ഫോണെടുത്ത ഉടനെ മാർട്ടിൻ എന്തെങ്കിലും സഹായം വേണോ എന്നാണ് ആദ്യം ചോദിച്ചത്. എനിക്കൊരു സഹായം ആവശ്യമുണ്ട് മാർട്ടിൻ, പക്ഷേ അതെങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. തൻ്റെ മുറിവുണങ്ങിയതോടെ കണ്ണന് വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നൊരു സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആവേശത്തോടു കൂടി അയാൾ എന്ത് ചെയ്യണമെന്ന് മാത്രം ചോദിച്ചു. കാരണം കണ്ണനോട് അയാൾക്ക് അത്രമാത്രം ഇഷ്ടം തോന്നിയിരുന്നു. താൻ സ്വയം കീഴടങ്ങണം. കണ്ണൻ പറഞ്ഞത് കേട്ട് മാർട്ടിൻ ഒന്ന് സ്റ്റക്കായി. അപ്പുറത്ത് മൗനം തളം കെട്ടിയത് കണ്ണൻ അറിഞ്ഞു. മാർട്ടിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ഒരു നിമിഷത്തിന് ശേഷം അയാൾ മറുപടി നൽകി. കണ്ണാ, നിനക്കറിയാഞ്ഞിട്ടാ ഞാൻ കീഴടങ്ങിയ ആ മേനോൻ പിന്നെ എന്നെ ബാക്കി വെക്കില്ല. അവൻ ഒരുപാട് ഹോൾഡുണ്ട്. വേണമെന്ന് വിചാരിച്ചാൽ ജയിലിൻ്റെ അകത്ത് വെച്ചാണെങ്കിലും അയാളത് ചെയ്യും. കണ്ണൻ പക്ഷേ ശാന്തത കൈവിടാതെ നിൽക്കുകയാണ്. അതുകൊണ്ട് അയാളുടെ പേര് പറയാതെ, എന്നാൽ അയാളെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ആളുകളുടെ പേര് പറഞ്ഞാൽ മതി. മാർട്ടിൻ അതിനൊന്നും മറുപടി കൊടുത്തില്ല. കണ്ണൻ തുടർന്നു. ഞാൻ തന്നെ ഒരിക്കലും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം ഓക്കെ ആണെങ്കിൽ ചെയ്യ്, അല്ലെങ്കിൽ വിട്ടേക്ക്, കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞ് കോൾ അവസാനിപ്പിച്ചതിന് ശേഷം കണ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഇപ്പുറത്ത് പ്രിയദർശൻ ഗൗതം പോയ വഴികളൊക്കെ തേടി നടക്കുകയാണ്. അധികം താമസിയാതെ തന്നെ കണ്ണൻ്റെ കൂടെയാണ് ഗൗതം ഉള്ളതെന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ അപ്പോൾ തന്നെ വിവരം മേനോനെ വിളിച്ചറിയിച്ചു. ആ ചിക്കൻ എന്തിനാ ഗൗതമനെ തട്ടിക്കൊണ്ടുപോയത്? എവിടെയോ ഒരു കുഴപ്പമുണ്ട്. അവനിനി നമ്മളെക്കുറിച്ചറിയാൻ വന്നതായിരിക്കില്ലേ? പ്രിയദർശൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഓടിത്തുടങ്ങി. അയാൾ അപ്പോൾ തന്നെ ഫോണെടുത്ത് വീണ്ടും മേനോനെ വിളിച്ചു. ഫോണെടുത്ത ഉടനെ ഗൗതമനെ കിട്ടിയോ എന്നാണ് മേനോൻ ചോദിച്ചത്. എന്നാൽ അവനെ കണ്ടെത്താൻ സമയമെടുക്കുമെന്ന് മാത്രം അവൻ അയാളെ അറിയിച്ചു. നിങ്ങൾ അവനെ കണ്ടെത്തുന്നതുവരെ കണ്ണനെ നിയന്ത്രിക്കാൻ ഞാനൊരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കും. മേനോനത് പറയുമ്പോൾ മുഖം വളരെ ശാന്തമായിരുന്നു. കണ്ണനാണ് ഗൗതമനെ തട്ടിക്കൊണ്ടുപോയതെന്ന് പ്രിയദർശൻ മനസ്സിലാക്കിയിരുന്നു. അതറിഞ്ഞ രാംദാസ് മേനോൻ കണ്ണനെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഈ കണ്ണനെ എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരുന്നത് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. പക്ഷെ അങ്ങനെ ചെയ്യാതെ തന്നെ അവൻ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. മേനോൻ ആലോചനയോടെ പ്രിയദർശൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ഫോൺ എടുത്ത ഉടനെ തന്നെ അയാൾ തൻ്റെ പദ്ധതികൾ പ്രിയന് വേണ്ടി വിശദീകരിച്ചു. പക്ഷെ അത് കേട്ട പ്രിയന് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. സർ, ഈ പ്ലാൻ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ണൻ എന്തായാലും ഈ കാര്യത്തിന് ഒരു യെസ് പറയാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം മേനോനും അറിയാം. പക്ഷെ എന്നിട്ടും അയാൾ പ്രിയനെ നിർബന്ധിച്ചു. ഒപ്പം ശാസനയോടെ തൻ്റെ അന്തിമ തീരുമാനം അറിയിക്കുകയും ചെയ്തു. ഒട്ടും താല്പര്യമില്ലാതെയാണ് പ്രിയദർശൻ അയാളോട് സമ്മതം മൂളിയത്. ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്ന കണ്ണൻ്റെ മുന്നിലേക്കാണ് പ്രിയദർശൻ്റെ കാർ ചെന്ന് നിന്നത്. അവനെ കണ്ടതും പ്രിയനൊന്ന് ചിരിച്ചു. ആ, നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ടായിരുന്നു. പ്രിയനെ കണ്ട് കണ്ണനൊന്ന് അമ്പരന്നിരുന്നു. അപ്പോഴേക്കും അയാൾ നടന്ന് കണ്ണൻ്റെ അടുത്തേക്കെത്തി. എന്തേലും പൊട്ടത്തരമാണെങ്കിൽ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട. കണ്ണൻ അങ്ങനെ പറഞ്ഞെങ്കിലും കോടികൾ സമ്പാദിക്കാൻ കഴിയുന്നൊരു പ്ലാനാണെന്നും പറഞ്ഞാണ് പ്രിയൻ മേനോൻ തന്നോട് പറഞ്ഞതെല്ലാം കണ്ണനോട് പറയുന്നത്. നോക്കുക അണ്ണ, ഹൃതിക ഹോസ്പിറ്റലിലാണ്. അവളില്ലാതെ വർമ്മ ഗ്രൂപ്പിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് താൻ അറിഞ്ഞിരിക്കണം. എന്തായാലും ആ കമ്പനിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവും. പക്ഷെ നീ പേടിക്കണ്ട. നിന്റെ ലൈഫ് അതിനായിട്ട് പാഴാക്കാനും നിൽക്കണ്ട. മേനോൻ സാറ് നിനക്കൊരു ഓപ്പൺ ഓഫർ തന്നിട്ടുണ്ട്. നീ 6 ഡയമണ്ട്സിൽ ചേരുന്നു. നിന്റെ വില നിനക്ക് തന്നെ തീരുമാനിക്കാം. പ്രിയൻ ചിരിച്ചുകൊണ്ട് തൻ്റെ കൈ അവന് നേരെ നീട്ടി. കണ്ണൻ പക്ഷേ ശൂന്യമായ കണ്ണുകളോടെ പ്രിയനെ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയൻ ഒന്ന് പുഞ്ചിരിച്ചു. മേനോൻ സാറിൻ്റെ ഈ ഓഫർ തനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു. എന്നോട് തുറന്നു പറഞ്ഞോളൂ. തനിക്ക് മേനോൻ സാറിനെ നേരിട്ട് കാണണം. പെട്ടെന്ന് തന്നെ കണ്ണൻ പ്രിയൻ്റെ കാറിലേക്ക് കയറിയിരുന്നു. ഇത്ര പെട്ടെന്ന് കണ്ണൻ കയറി സമ്മതിക്കുമെന്ന് ഓർക്കാത്തതിനാൽ പ്രിയനൊന്ന് അമ്പരന്നു. പക്ഷെ ഗൗതമൻ്റെ കാറെടുത്ത് അവനെ തട്ടിക്കൊണ്ടുപോയ കണ്ണനെ ഒരൽപ്പം വിശ്വാസക്കുറവുമുണ്ട്. മേനോൻ്റെ സ്ഥലമെത്തിയപ്പോൾ തന്നെ അവനെ സ്വീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ മേനോൻ ചെയ്തു വച്ചിരിക്കുന്നത് കണ്ണൻ കണ്ടു. അകത്തേക്ക് ചെന്നപ്പോൾ അവൻ്റെ മുഴുവൻ ശ്രദ്ധയും മേനോൻ്റെ വീട്ടിൽ ചിതറിക്കിടക്കുന്ന കോർ സ്റ്റോൺസിലും വജ്രങ്ങളിലേക്കും മാറി. അത് ശ്രദ്ധിച്ച മേനോൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. കണ്ണാ, നീ ഈ കല്ലുകളും ഡയമണ്ട്സിലും ഇൻട്രസ്റ്റ് കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ കോടിക്കണക്കിന് രൂപയാണ് ഇതിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. നീയും കൂടി ഞങ്ങളുടെ കൂടെ പോരെ. മേനോൻ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടു നിന്നതല്ലാതെ കണ്ണൻ ഒന്നും മിണ്ടിയില്ല. അതോടെ അവൻ്റെ മൗനം സമ്മതമാണെന്ന് ധരിച്ച് അവൻ ആ ഫെസ്റ്റ് ഏറ്റെടുക്കുമെന്നും
എത്ര പണം വേണമെന്നുമൊക്കെ ചോദിക്കാൻ തുടങ്ങി. കണ്ണൻ്റെ മുഖഭാവം മാറി തുടങ്ങി. എന്തിനാ മേനോൻ സാറേ ഇങ്ങനൊരു പൊട്ടത്തരം ചെയ്തത്? ഞാനിനി പറയാൻ പോകുന്ന കാര്യം ചെവി തുറന്നു വെച്ച് കേട്ടോ. ഹൃതികയെ ഇനി താൻ തൊട്ടാ തന്നെ ഞാൻ കത്തിക്കും. കണ്ണൻ പറയുന്നത് കേട്ട് ഞെട്ടി തിരിഞ്ഞു നോക്കിയ മേനോന് അവൻ്റെ കണ്ണുകളിലെ പക വ്യക്തമായി കാണാൻ കഴിഞ്ഞു. എന്നാൽ മേനോൻ ആ ആരോപണം അവൻ്റെ തെറ്റിദ്ധാരണ ആണെന്ന് പറഞ്ഞ് എതിർത്ത് കളഞ്ഞു. കിടന്ന് കള്ളം പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. പാർട്ട്ണറിൻ്റെ പ്രിയപുത്രൻ എല്ലാം ചോർത്തി തന്നു. മേനോൻ്റെ വായടഞ്ഞു. ഭയത്തോടെ അയാൾ കണ്ണനെ നോക്കിയപ്പോഴേക്കും അയാളെ കത്തിക്കാൻ പാകത്തിലൊരു നോട്ടം നോക്കി അവൻ അവിടെ നിന്നും ഇറങ്ങി. അവിടെ നിന്നും കണ്ണൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹൃതിക ആകെ അവശയായി കിടക്കുന്നത് കണ്ടപ്പോൾ കണ്ണന് വല്ലാത്ത വിഷമം തോന്നി. അവന് അവളോട് സംസാരിക്കാനുള്ള ധൈര്യം അപ്പോഴും ഉണ്ടായിരുന്നില്ല. വർമ്മ തൻ്റെ അവശതയൊന്നും കണക്കിലെടുക്കാതെ പുറത്തു തന്നെയുണ്ട്. ഒപ്പം തരകനും. ഹൃതികയുടെ ഭർത്താവ് ആ പരിസരത്തൊന്നും വന്നിട്ടില്ല. വർമ്മ ഹൃതിക ബോധത്തിലേക്ക് വന്നത് കാരണം അവനോട് ചെന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും കണ്ണൻ പോവാൻ തയ്യാറായില്ല. ഒരുപക്ഷെ തൻ്റെ കൂടെ വന്നില്ലായിരുന്നെങ്കിൽ അവൾക്ക് ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിലുണ്ട്. കണ്ണൻ്റെ ആ ഒരു ശാന്തത കണ്ടപ്പോൾ തന്നെ വർമ്മയ്ക്കും തരകനും കാര്യം പിടികിട്ടി. കണ്ണാ, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ. ഇതൊക്കെ വിധിയാ. എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കുകയല്ലേ നീ ചെയ്തത്. വർമ്മ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തരകൻ മുന്നോട്ട് വന്നു. അതേ കണ്ണാ, നീ സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തി ഹൃതികയോട് 2 വാക്ക് സംസാരിക്കേ. ബോധം വന്നപ്പോൾ തൊട്ട് അവൾ നിന്നെയാ തിരക്കുന്നത്. തരകനും കൂടി പറഞ്ഞതോടെ കണ്ണൻ ഹൃതികയുടെ അരികിലേക്ക് ചെന്നു. കണ്ണനെ കണ്ടതോടെ അവളുടെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. നീ ഇത് എവിടെയായിരുന്നു? ഞാൻ എത്രമാത്രം വിഷമിച്ചു എന്നറിയോ? അവളുടെ സ്വരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആശങ്ക കണ്ണന് മനസ്സിലായിരുന്നു. കണ്ണൻ അവളുടെ അടുത്തേക്ക് നിന്നു. നിനക്കൊരു കാര്യം അറിയോ? ആ മേനോനാണ് നിന്നെ ആക്രമിച്ചത്. ഹൃതിക മേനോന്റെ പേര് കേട്ടതും ഞെട്ടിപ്പോയി. കണ്ണൻ പക്ഷേ അയാളോട് പ്രതികാരം ചെയ്യണമെന്ന ഒറ്റ തീരുമാനത്തിലാണ്. അത് കണ്ട ഹൃതികയ്ക്ക് അവൻ എന്തിനാണ് പ്രതികാരം ചെയ്യാൻ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. അതോ ഇനി അവളോട് പ്രത്യേകമായി ഒരിഷ്ടം തോന്നിയിട്ടുണ്ടോ? ഹൃതികയാണ് കാര്യങ്ങൾ തൻ്റെ അച്ഛനോട് പറയാമെന്ന് നിർദ്ദേശിച്ചത്. വേണ്ട ഹൃതിക, ഇപ്പോൾ വർമാങ്കള് ഒന്നും അറിയണ്ട. ഈ മേനോനൊരു പാഠം പഠിപ്പിക്കാൻ ഈ ഞാൻ മതി. അവനെൻ്റെ ഹൃതിക. കണ്ണൻ പറയാനൊരുങ്ങിയത് ഒരു നിമിഷം നിർത്തി. പക്ഷെ അവൻ്റെ വായിൽ നിന്ന് വീണ എൻ്റെ ഹൃതിക എന്ന വരിയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഹൃതിക. ഈ മേനോനിട്ടൊരു പണി കൊടുക്കണമെന്ന് ഞാനും കരുതുന്നുണ്ട്. നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ആ മേനോൻ ആളൊരു ദുഷ്ടനാ കണ്ണ, അതോർക്കണം. കണ്ണൻ അറിയാമെന്ന ഭാവത്തിൽ തലയാട്ടി. ശേഷം അവൻ്റെ പ്ലാനുകളെല്ലാം തന്നെ ഹൃതികയോട് വിശദീകരിച്ചു തുടങ്ങി. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഹൃതിക ഒന്ന് ചിരിച്ചു. നല്ല അടിപൊളി പ്ലാനാണ് കണ്ണ. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഉവ്, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. കണ്ണൻ പറയുന്നത് കേട്ട ഹൃതിക ടേബിളിൻ്റെ മേലെ ഉണ്ടായിരുന്ന തൻ്റെ വാലറ്റിൽ നിന്ന് ഒരു കാർഡ് എടുത്ത് കണ്ണന് നേരെ നീട്ടി. ഈ കാർഡ് കയ്യിൽ വെച്ചോ. ഇതുപയോഗിച്ച് നിനക്ക് എത്ര ക്യാഷ് വേണേലും ചെലവാക്കാൻ കഴിയും. പിൻ നമ്പർ ഞാൻ തരാം. കണ്ണൻ അവളെ സ്നേഹത്തോടെ ഒന്ന് നോക്കി. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു. എടാ മേനോനെ, തനിക്ക് വർമ്മ ഗ്രൂപ്പിനെ ഇല്ലാണ്ടാക്കി ഫെസ്റ്റിവൽ ഉണ്ടാക്കണമല്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊന്നും നടക്കില്ല. കണ്ണൻ മേനോനിട്ട് പണി കൊടുക്കാനായി തൻ്റെ മനസ്സിനെ പൂർണ്ണമായും സജ്ജമാക്കി. മേനോനാണെങ്കിൽ കണ്ണനെ മറക്കുകയും ചെയ്തു. എന്നാൽ പ്രിയദർശൻ ആ കാര്യങ്ങളൊന്നും അങ്ങനെ വെറുതെ വിടാൻ ഒരുക്കമായിരുന്നില്ല. മേനോൻ ഫെസ്റ്റ് നോക്കിയാൽ മതിയെന്നും പറഞ്ഞ് അയാളെ പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ ഫെസ്റ്റിൻ്റെ ദിവസം വന്നെത്തി. കണ്ണൻ രാവിലെ തന്നെ ഫെസ്റ്റ് നടക്കുന്നിടത്തേക്ക് ചെന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ തടഞ്ഞു വെച്ചു. ഫെസ്റ്റിവൽ നടക്കുന്ന ഹാളിൻ്റെ ഗേറ്റിൽ കണ്ണൻ നിൽക്കുന്നത് കണ്ട് പ്രിയദർശൻ ഞെട്ടി. എന്നാൽ കണ്ണൻ ഫെസ്റ്റിൻ്റെ അകത്തേക്ക് കടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ചിലർ അവൻ്റെ വഴി തടഞ്ഞു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കണ്ണന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം അവൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു. എന്താ പ്രശ്നം? നിങ്ങളെന്തിനാ എൻ്റെ വഴി മുടക്കി നിൽക്കുന്നത്? അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് മാത്രമേ ഇവിടേക്ക് പ്രവേശനമുള്ളൂ. നിന്നെപ്പോലുള്ള പിച്ചക്കാർക്കൊന്നും അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. നോക്ക്, ഞാനിവിടെ വന്നത് വർമ്മ ഡയമണ്ട്സിൻ്റെ പേരില്ല. ആരുടെ ആവശ്യപ്രകാരമാണ് നിങ്ങൾ എന്നെ ഇവിടെ തടയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കിവിടെ ബഹളമുണ്ടാക്കാനൊന്നും താല്പര്യമില്ല. വേണ്ട, എന്തിനാ വെറുതെ. അതുകൊണ്ട് ഞാൻ അകത്തേക്ക് പൊയ്ക്കോട്ടെ. കണ്ണൻ്റെ വാക്കുകൾ കേട്ട് മുന്നിൽ നിന്നവരെല്ലാം ചിരിക്കാൻ തുടങ്ങി. വർമ്മ ഡയമണ്ട്സ് എന്ന പേര് കേട്ട ഞങ്ങൾ നിന്നെ അകത്തേക്ക് കടത്തിവിടുമെന്ന് കരുതുന്നുണ്ടോ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, അല്ലെങ്കിലേ എല്ലാവരും കൂടി നിന്നെ വലിച്ചു ചുരുട്ടി എറിഞ്ഞെന്ന് വരും. അപ്പോഴാണ് കൂട്ടത്തിലൊരാൾ കണ്ണൻ്റെ അടുത്തേക്ക് നീങ്ങിയത്.
അവൻ്റെ കോളറിൽ പിടിക്കാൻ അവൻ കണ്ണൻ്റെ നേരെ കൈ നീട്ടിയപ്പോൾ കണ്ണൻ അവൻ്റെ കൈ പിടിച്ച് ശക്തിയായി വളച്ചൊടിച്ച് ആ മനുഷ്യനെ നിലത്തേക്കെറിഞ്ഞു. അവൻ്റെ ആ ഒരു ആക്രമണത്തിൽ അയാളുടെ കൈയൊടിഞ്ഞു. അയാളാണെങ്കിൽ നിലത്ത് കിടന്ന് നിലവിളിക്കാൻ തുടങ്ങി. അല്പം അകലെ നിൽക്കുന്ന ഒരാൾ മേനോനെ അപ്പോൾ തന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാൾ ആകെ പരിഭ്രമത്തിലായിരുന്നു. കൂടെ നിന്നവൻ്റെ കൈ തല്ലിയൊടിച്ചത് പറഞ്ഞപ്പോൾ അയാൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം അവനെ ഒന്നും ചെയ്യണ്ട, കണ്ണനെ അകത്തേക്ക് കയറ്റി വിട്ടേക്ക്. അവനൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. മേനോൻ പറയുന്നതെല്ലാം കേട്ട് അയാൾ ഫോൺ കട്ട് ചെയ്ത് കണ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. അവൻ അടുത്ത ആളിൻ്റെ എല്ലൊടിക്കാൻ തയ്യാറായി നിൽപ്പാണ്. എൻ്റെ പൊന്നു കണ്ണാ, അങ്ങനെ വിട്ടേക്ക് പ്ലീസ്. നിന്നെക്കുറിച്ച് അവർക്കൊന്നും അറിയില്ല. എടാ മന്ദബുദ്ധികളെ, കണ്ണനെ തടയാൻ മാത്രം ആയോ നീയൊക്കെ? അവനോട് മാപ്പ് പറയ്. കണ്ണൻ അവരോടൊക്കെ ക്ഷമിക്കണം. മോനകത്തേക്ക് വായോ. കണ്ണൻ എല്ലാവരെയും ഒന്ന് കലിപ്പിച്ച് നോക്കിയിട്ട് അകത്തേക്ക് നടന്നു ചെന്നു. മേനോൻ്റെ ആളുകൾ ഏത് സമയവും കണ്ണനെ നിരീക്ഷിച്ചുകൊണ്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അകത്ത് ചെന്ന കണ്ണൻ അവിടെ ഉണ്ടായിരുന്ന വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കാൻ തുടങ്ങി. അവൻ്റെ കണ്ണുകൾ അപ്പോഴാണ് ഒരു സ്റ്റോണിൽ പതിയുന്നത്. തൻ്റെ പവർ ആരും അറിയാതെ ഉപയോഗിച്ച് അവൻ ആ സ്റ്റോൺ സ്കാൻ ചെയ്ത് നോക്കിയിരുന്നു. അവൻ ഗൗരവത്തോടെ തന്നെ കടയുടമയെ സമീപിച്ചു. ആ സ്റ്റോണിൻ്റെ വിലയെന്താ? എനിക്കത് വേണം. കടയുടമ ആ സ്റ്റോണിന് ഒരു 5 ലക്ഷം രൂപ വില പറഞ്ഞു. കണ്ണൻ അത് വാങ്ങാൻ തയ്യാറാണെന്നും അത് മുറിക്കാൻ ആളെ ഏർപ്പാടാക്കാമെന്നും കടയുടമയോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്നാണ് പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. ഞാനതിന് 7 ലക്ഷം രൂപ തരാം. ഇത് കേട്ടതും കട ഉടമയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ നേരെ കണ്ണന് നേരെ തിരിഞ്ഞു. മോഹൻകുമാർ സാറ് സ്റ്റോണിൻ്റെ വില കൂട്ടി കളഞ്ഞല്ലോ സാറേ. ഇനിയിപ്പോൾ സാറിന് ഇത് വാങ്ങണമെങ്കിൽ 7 ലക്ഷം തരണം. കണ്ണൻ ഒരിക്കൽ കൂടി ആ കല്ലിലേക്ക് നോക്കി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. മോഹൻ ആ കല്ല് വെട്ടാൻ തുടങ്ങി. ആ കല്ലിൻ്റെ ഉള്ളിൽ നിന്ന് അയാൾക്ക് അപൂർവമായ ഒരു ഡയമണ്ട് ലഭിച്ചു. അയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. എന്നിട്ട് ഉടനെ തന്നെ ഫോണെടുത്ത് മേനോനെ വിളിച്ചു. സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. ആ ഐഡിയ വർക്കൗട്ടായി. അവൻ വില പറഞ്ഞ സ്റ്റോൺ ഞാൻ സ്വന്തമാക്കി വെട്ടിയെടുത്തപ്പോൾ ഒരു ഗ്രീൻ ഡയമണ്ട്. മേനോൻ അപ്പോൾ തന്നെ അവനെ നിരീക്ഷിക്കുന്നത് നിർത്തരുതെന്നും അവനെ അവിടെ നിന്നും ഒന്നും വാങ്ങാൻ അനുവദിക്കരുതെന്നും പറഞ്ഞേൽപ്പിച്ചു. കണ്ണൻ അവിടെ നിന്നും മുന്നോട്ട് നടന്നു. അവനൊരു സ്റ്റോൺ വീണ്ടും ഇഷ്ടപ്പെട്ടു. എന്നാൽ അവനത് വാങ്ങാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ള ആളുകൾ വന്ന് ആ സ്റ്റോൺ വാങ്ങിച്ചു. ഇത് കണ്ട് അവിടെ എത്തിയ എല്ലാ ബയർമാരും കണ്ണനെ പിന്തുടർന്നു തുടങ്ങി. തനിക്ക് വേണ്ടി ഒരുങ്ങിയ കെണി കണ്ടതും അവൻ ഒരേ സമയം പല കല്ലുകൾക്കും വില പറഞ്ഞു തുടങ്ങി. എന്നാൽ അവനത് വാങ്ങാൻ കരുതുമ്പോഴേക്കും ആളുകൾ അത് വാങ്ങിക്കൊണ്ടുപോവുകയാണ്. ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം മുഴുവൻ ഒന്ന് നോക്കിക്കണ്ടതിന് ശേഷം കണ്ണൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. അവൻ പോയ ഉടനെ തന്നെ മേനോൻ്റെ ആളുകൾ അയാളെ വിളിച്ച് കണ്ണൻ മേള വിട്ട് പോയെന്നും ഒന്നും പേടിക്കാനില്ലെന്നും പറഞ്ഞെങ്കിലും മേനോൻ അത്ര ഹാപ്പി ആയിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാത്തിനുമുപരി കണ്ണൻ അവിടെ വന്നിട്ട് വെറും കൈയോടെ പോവാൻ തയ്യാറായെങ്കിൽ പിന്നെ എന്തിനാണ് തല്ലും കൂടി അകത്തേക്ക് കയറി വന്നത്? ശരി, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ? ഇനി ആ ഫെസ്റ്റിൻ്റെ കാര്യം മര്യാദയ്ക്ക് നോക്കിയേക്ക്. അപ്പോഴാണ് അവിടെ നിന്നും ആളുകൾ വിളിച്ചു പോകുന്ന ശബ്ദം മേനോൻ കേൾക്കുന്നത്. അതെന്ത് ശബ്ദമോ കേൾക്കുന്നത്? അവിടെ എന്താ സംഭവിക്കുന്നത്? എന്താടോ കാര്യം? എന്നാൽ അയാൾ ആ കാര്യം നേരിൽ തന്നെ പറയാമെന്നുള്ള ധാരണയിലായിരുന്നു. അയാൾ ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ ആ ആൾക്കൂട്ടത്തിനരികിലേക്ക് പോയി. ആളുകൾ എന്തിനാണ് ഇങ്ങനെ ബഹളം വെക്കുന്നതെന്നാണ് അയാൾ ഓർത്തത്. അപ്പോഴാണ് അതിലൊരാൾ പ്രതികരിച്ചത്. ഞങ്ങളെല്ലാവരും ചേർന്ന് പറ്റിച്ചു. ആ സ്റ്റോണിലൊന്നും ഒരു കുന്തവുമില്ല. മേനോൻ നമ്മളെ എല്ലാവരെയും പറ്റിച്ചു. ഒറിജിനൽ സ്റ്റോൺസ് വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ഫെസ്റ്റൊക്കെ സംഘടിപ്പിച്ചത്? ആളുകൾ അവിടെ നിന്നും കണ്ണൻ നോക്കിവെച്ച കല്ലുകൾ വാങ്ങിച്ചെങ്കിലും വെട്ടിക്കഴിഞ്ഞപ്പോൾ അതെല്ലാം ശൂന്യമായിരുന്നു. ഒന്നിൻ്റെ അകത്തും ഡയമണ്ട് പോയിട്ട് ഒരു ചെറിയ പൊട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതിനാണ് അവരെല്ലാവരും ചേർന്ന് ബഹളമുണ്ടാക്കിയത്. അപ്പോഴേക്കും മോഹൻകുമാർ മുന്നോട്ടേക്ക് വന്നു. ആ കല്ലിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ടാ. നിങ്ങൾ ആൾക്കാരെ പൊട്ടന്മാരാക്കാനാണോ ഇത്രയും വലിയ ഫെസ്റ്റൊക്കെ സംഘടിപ്പിച്ചത്? മോഹൻ്റെ വാക്കുകൾ കൂടി ആയതോടെ മേനോൻ ആകെ തളർന്നു. എന്താണ് കാര്യമെന്ന് അയാൾക്കും മനസ്സിലായില്ല. എന്നാൽ കണ്ണൻ തൻ്റെ പ്ലാനിൽ വിജയിച്ചിരുന്നു. മേനോൻ്റെ കമ്പനിയുടെ നല്ല പേര് നശിപ്പിക്കണമെന്നുള്ള അവൻ്റെ ആ പദ്ധതി വിജയം കണ്ടു. മനഃപൂർവ്വമാണ് അവൻ ആ ശൂന്യമായ കല്ലുകൾ തന്നെ സ്കാൻ ചെയ്ത ശേഷം വില പറഞ്ഞത്. ജനക്കൂട്ടം ഫെസ്റ്റ് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു തുടങ്ങി. ഒപ്പം അവരിൽ നിന്നും ഈടാക്കിയ പണം തിരികെ നൽകാനും ജനക്കൂട്ടം ആ മനുഷ്യനെ ആക്രമിക്കാൻ തുടങ്ങി. അയാൾ അവരെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്.
എന്നാൽ അവരാരും അത് കേൾക്കാൻ തയ്യാറായതേയില്ല. അവർ അവിടെ സ്ഥാപിച്ചിരുന്ന കടകളൊക്കെ വലിച്ചെറിയാൻ തുടങ്ങി. കല്ലുകളെല്ലാം തന്നെ തറയിൽ വീണ് തകർന്നു. അതിനകത്ത് ഡയമണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് ആ ഫെസ്റ്റിവൽ ഹാൾ ആന കയറിയ കരിമ്പിൻ കാട് പോലെയായി. ഫെസ്റ്റിവൽ ജനങ്ങളെല്ലാം ചേർന്ന് ഇങ്ങനെ നശിപ്പിച്ച വാർത്ത മേനോന്റെ കാതിലെത്തിയപ്പോൾ അയാളാകെ പരിഭ്രാന്തനായി. അയാൾക്ക് നല്ല ദേഷ്യവും വന്നു. എന്ത് വിഡ്ഢിത്തമാണ് നിങ്ങൾ പറയുന്നത്? നമ്മുടെ കല്ലുകൾ എങ്ങനെ ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആവാനാണ്? നിങ്ങൾ ആ ആളുകളോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചില്ലേ? അയാൾ വല്ലാതെ കിതച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിവിശേഷങ്ങൾ അറിയിക്കാൻ ശ്രമിച്ചു. സർ, ഞങ്ങൾ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ ആളുകളൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. സത്യം പറഞ്ഞാൽ അവൻ ഒറ്റൊരുത്തൻ ഈ ഫെസ്റ്റിവൽ മുഴുവനും നശിപ്പിച്ചു. എന്നെ ഒരുപാട് തല്ല് പോലും ചെയ്തു സാർ. മേനോൻ അവിടെ നിന്ന് അലറി. കണ്ണാ, ഇനി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. കണ്ണൻ മനഃപൂർവ്വം തന്നെയാണ് ആ കല്ലുകൾ തിരഞ്ഞു പിടിച്ച് ആളുകളെ പറ്റിച്ചതെന്ന് അയാൾക്ക് പോലും മനസ്സിലായി. എന്നാൽ അന്നത്തെ സംഭവത്തോടെ RM ഡയമണ്ട്സ് വിപണിയിൽ മുഴുവൻ ചർച്ചാ വിഷയമായി മാറിയിരുന്നു. മേനോൻ ദേഷ്യം കൊണ്ട് തിളച്ചു മറിഞ്ഞു. എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് ഒതുക്കിയാൽ മതിയെന്നായി അയാൾക്ക്. നീ തൽക്കാലം അവിടെ നിന്ന് മാറി നിൽക്ക്. എങ്ങനെയെങ്കിലും ഈ ന്യൂസ് സ്പ്രെഡ് ആകുന്നത് തടയണം. ആ സ്റ്റോൺ വാങ്ങിയവർക്കൊക്കെ അവരുടെ കാശ് തിരിച്ചു കൊടുത്തേക്ക്, ഒന്നും നോക്കണ്ട. അയാളും നല്ല പരിഭ്രമത്തിലായിരുന്നു. കാരണം കോടികൾ വിലമതിക്കുന്ന അവരുടെ കയ്യിലെ കല്ലുകൾ കൊണ്ട് ഇനി അവർക്ക് യാതൊരു ഉപകാരവുമില്ല. അവരുടെ എല്ലാ കഷ്ടപ്പാടുകളും വെള്ളത്തിൽ വരച്ച വര പോലെ ആയതിനാൽ ആ മനുഷ്യന് നല്ല വിഷമമുണ്ടായിരുന്നു. ആ സങ്കടത്തിൽ അയാൾ അല്പം മോശമായ രീതിയിൽ തന്നെ മേനോനോട് സംസാരിച്ചു. അതുകൂടി ആയതോടെ മേനോന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഉയർന്നു. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി, എന്നെ കയറി ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതിനു മാത്രം വളർന്നിട്ടില്ല നീയൊന്നും. ദേഷ്യം അടക്കാനാവാതെ മേനോൻ ആ കോൾ അവസാനിപ്പിച്ചു. കണ്ണൻ ഫെസ്റ്റിവൽ ഹാളിൽ ചെന്ന് ഇങ്ങനെ കളി കളിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. അപ്പോഴേക്കും പ്രിയദർശൻ ഓടിക്കിതച്ചുകൊണ്ട് അവിടേക്കെത്തി. മേനോൻ സാറേ, നല്ല പണി കിട്ടി. മേനോൻ ദേഷ്യത്തോടെ അവനെ നോക്കി പൊട്ടിത്തെറിച്ചു. കിട്ടിയ പണിയൊക്കെ എനിക്കറിയാം. ഇനി ഫെസ്റ്റിനെ പറ്റി നീയൊക്കെ ഒരു വാക്ക് മിണ്ടിയ നിന്റെ തല ഞാൻ അടിച്ചു പൊട്ടിക്കും, പറഞ്ഞേക്കാം. എന്നാൽ പ്രിയൻ പിന്മാറാൻ തയ്യാറായില്ല. ഫെസ്റ്റിവലിൻ്റെ കാര്യമൊന്നുമല്ല സാറേ, ആ മാറ്റിനെ പോലീസ് പിടിച്ചു. മേനോൻ ഞെട്ടിത്തെറിച്ചു പോയി. അയാൾ പ്രിയനെ നോക്കി. ഒരു നിമിഷം പ്രിയൻ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ വിളമ്പുന്നു എന്നാണ് അയാൾക്ക് തോന്നിയത്. കാരണം മാർട്ടിൻ അന്നത്തെ സംഭവത്തോടെ ഒളിവിൽ പോയെന്നായിരുന്നു അയാളുടെ ധാരണ. അയാളുടെ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രിയൻ്റെ മറുപടി ഉണ്ടായിരുന്നില്ല. അവനൊരു പ്രതിമയെപ്പോലെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മേനോന് വീണ്ടും ദേഷ്യമായി. കാരണം ഇന്നേ വരെ മാർട്ടിനെ പോലീസ് പിടികൂടിയ ചരിത്രമില്ല. എന്തൊക്കെ തെണ്ടിത്തരം കാണിച്ചാലും അവസാനം പോലീസ് എത്തുമ്പോൾ മാർട്ടിൻ ക്ലീനായിരിക്കും. ഇതെല്ലാം മേനോനറിയാം. പ്രിയൻ സംസാരിച്ചു തുടങ്ങി. സാറേ, അവനെ പോലീസ് എങ്ങനെ പൊക്കിയെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഋതികയെ കൊല്ലം കൊട്ടേഷൻ കൊടുത്തത് ഞാനാണെന്ന് അവൻ പോലീസിന് മൊഴി കൊടുത്തു. മേനോൻ ശരിക്കും പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അയാളുടെ വലങ്കയാണ് പ്രിയദർശൻ. എന്ത് ചെയ്യണമെന്നറിയാതെ പിരിമുറുക്കത്തിൽ അയാൾ തൻ്റെ തല പിച്ചി പറിച്ചു. ആലോചനയ്ക്കൊടുവിൽ പ്രിയനോട് രാജ്യം വിട്ടു പോവാൻ അയാൾ നിർദ്ദേശിച്ചു. എന്നാൽ തൻ്റെ കുടുംബത്തെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ പ്രിയൻ തയ്യാറായിരുന്നില്ല. അവൻ തൻ്റെ കുടുംബത്തോട് അത്രയേറെ അടുപ്പമുണ്ട്. ഇനി അതേ ഉള്ളു വഴി. അല്ലാതെ നീ ഇവിടെ നിന്നാൽ എപ്പോൾ വേണമെങ്കിലും പോലീസ് നിന്നെ തിരക്കി വരും. എല്ലാം ഒന്ന് തണുത്താ ഞാൻ നിന്നെ തിരിച്ചു വിളിച്ചോളാം. സത്യത്തിൽ കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒരുപാട് പിടിപാടുള്ള ഒരു വലിയ മനുഷ്യനാണ് രാംദാസ് മേനോൻ. പക്ഷേ നിയമത്തിൻ്റെയും പോലീസിൻ്റെയും കണ്ണുകളിൽ നിന്ന് അകന്നു നിൽക്കാനാണ് അയാൾ ഇത്രയും കാലം ശ്രമിച്ചത്. അഥവാ പ്രിയദർശനെ പോലീസ് പിടികൂടിയ പിന്നെ തൻ്റെ അരികിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ലെന്ന് മേനോന് നന്നായി അറിയാം. മേനോൻ ആ പറഞ്ഞതിൽ പ്രിയദർശൻ കുടുങ്ങി. മേനോൻ്റെ ദേഷ്യം കണ്ടിട്ട് കിളിപാറി നിൽക്കുകയാണ് പ്രിയൻ. ഇനിയിപ്പോൾ അയാളെ അനുസരിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയും അവൻ്റെ മുന്നിലുണ്ടായിരുന്നില്ല. ശരി സാർ, ഞാൻ രാജ്യം വിട്ടോളാം. പക്ഷെ സാർ എനിക്ക് എൻ്റെ കുടുംബത്തെ നോക്കിക്കൊള്ളാമെന്ന് വാക്ക് തരണം. മേനോൻ അവന് വാക്കുകൊടുത്ത് തൽക്കാലത്തേക്ക് സമാധാനിപ്പിച്ചു. അതോടെ പ്രിയൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. ടെൻഷൻ അധികരിച്ചതോടെ മേനോന് മദ്യപിക്കണമെന്ന് തോന്നി. അതേസമയം കണ്ണനെ കൊന്നുകളയണമെന്നും. ഹോസ്പിറ്റലിലേക്ക് മടങ്ങിയ കണ്ണൻ്റെ ചുണ്ടിൽ യുദ്ധം ജയിച്ചവൻ്റെ പുഞ്ചിരി ഉണ്ടായിരുന്നു. അവനെ കണ്ടതും ഋതിക മൊബൈലൊക്കെ മാറ്റിവെച്ച് അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്താ ഋതിക മേഡം, ഒരു സ്പെഷ്യൽ ചിരിയൊക്കെ? ഇയാളാ മേനോൻ നടത്തിയ ഫെസ്റ്റിന്റെ അവിടെ ചെന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. വലിയ ന്യൂസ് ആയല്ലോ. അതാ ഞാനിങ്ങനെ നോക്കിയത്. എന്നാലും എന്റെ കണ്ണ, ഇങ്ങനൊരു പണി ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. പിന്നല്ലാതെ,
നിന്നെ വേദനിപ്പിച്ച അയാളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. എനിക്ക് പ്രിയപ്പെട്ടവരെ വേദനിപ്പിച്ച ഞാനും തിരിച്ച് വേദനിപ്പിക്കും. അതുമല്ല, ഹൃതികയെ വെടിവെച്ച ആളെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇനി ആ മേനോന് എളുപ്പം ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. എല്ലാം കേട്ട് ഹൃതിക സ്നേഹത്തോടെ കണ്ണനെ നോക്കിയിരുന്നു. തനിക്ക് വേണ്ടിയാണ് അവൻ ഇതെല്ലാം ചെയ്തതെന്നറിഞ്ഞപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നിപ്പോയി. പെട്ടെന്ന് അവൾ ബെഡിലുണ്ടായിരുന്ന കണ്ണന്റെ കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ചു. എനിക്ക് വേണ്ടിയാണോ കണ്ണൻ ഇതൊക്കെ ചെയ്തത്? അതെ ഹൃതിക, നിന്നെ വേദനിപ്പിക്കുന്നവരാരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല, അതുറപ്പാ. എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ? കാരണം നീ എൻ്റെ നല്ലൊരു ഫ്രണ്ടാ. എൻ്റെ സുഹൃത്തുക്കളെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയല്ലേ? അതുകൊണ്ട് തന്നെ നീ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിന് ഞാൻ ആരെയും അനുവദിക്കൂല. ഹൃതികയുടെ മനസ്സിൽ കണ്ണനോടുള്ള ആ സ്നേഹം അങ്ങനെ കൂടിക്കൂടി വന്നു. ഈ സമയം കണ്ണൻ്റെ കണ്ണുകളിൽ തെളിഞ്ഞത് സൗഹൃദമായിരുന്നില്ല, പ്രണയമായിരുന്നു. ഹൃതിക അവനെ തന്നെ ഉറ്റുനോക്കി. അപ്പോ നീ എല്ലാ അപകടത്തിൽ നിന്നും എന്നെ രക്ഷിച്ചില്ലേ? ഇനിയിപ്പോ എനിക്ക് നേരെ അപകട ഭീഷണിയൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, ഇനിയിപ്പോൾ നിങ്ങളുടെ ചുറ്റും ആളുകളുണ്ടാവും. ഇപ്പോൾ തൽക്കാലം കുട്ടി നന്നായി വിശ്രമിക്കുക. എനിക്ക് കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. പോകുന്ന വഴി ഹൃതികയെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് നോക്കാൻ കണ്ണൻ മറന്നില്ല. ഉടനെ തന്നെ അവൻ തൻ്റെ പ്രധാനപ്പെട്ട ജോലിയിലേക്ക് തിരിഞ്ഞു.